SFI കോഴിക്കോട് ലോ കോളേജും തൃശൂർ ലോ കോളേജും കൂടെ സംഘടിപ്പിക്കുന്ന എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിന്ന് ക്ലാസ് എടുക്കാനായി വരുന്നത് റാനിയൽ മാം ആണ്. മാമിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തോളൂ. താങ്ക് യു അപർണ. ഹായ്, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് മാം. ഓക്കെ. എന്നാൽ ഞാൻ PPT ഷെയർ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ആർക്കും വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ? ഇത് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ വരെ അല്ലേ ഇപ്പോൾ ഉള്ളത്? അതെ മാം. ഓക്കെ. Okay, welcome to a class on law of contracts to special contracts എന്ന സെഷനാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഓൾറെഡി കോൺട്രാക്ട് 1 പഠിച്ചതുകൊണ്ട് തന്നെ നമ്മൾ പ്രിലിമിനറീസ് ഒക്കെ ഫുഗോൺ ചെയ്തിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്പെസിഫിക് ആയിട്ട് കോൺസെപ്റ്റ്സ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ, അതായത് കോൺട്രാക്ട് 1 പഠിച്ചിട്ട് കോൺട്രാക്ട് 2 സ്പെസിഫിക് ഇൻസ്റ്റൻസസ് പഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊത്തം സിലബസിനെ നമ്മളൊരു ഇച്ചിരി മൊഡ്യൂൾസായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സുകളെയാണ്. അതായത് നമ്മൾ പഠിച്ച കോൺട്രാക്ട് 1 പഠിച്ച സ്പെഷ്യൽ കോൺട്രാക്ട്സ് അങ്ങനെ തന്നെ ഇരിക്കുകയും അതിന് ബേസിക് പ്രിൻസിപ്പിൾസ് അങ്ങനെ തന്നെ ഇരിക്കുകയും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്സ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെന്റ്, പ്ലഡ്ജ്, ഏജൻസി, പാർട്ട്ണർഷിപ്പ്, സെയിൽ ഓഫ് ഗുഡ്സും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും ആണ് പഠിക്കുന്നത്. ഇതിൽ ഏജൻസി വരെ വരുന്നത് നമ്മൾ കോൺട്രാക്ട് ആക്ടിലും, പാർട്ട്ണർഷിപ്പ് ആക്ടും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലും പിന്നെ അതിനെപ്പോലെ തന്നെ NI ആക്ടിലുമാണ് ഡിസ്കഷൻ വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടൈം ഇപ്പോൾ ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഒന്നും തൊടാൻ സാധ്യതയില്ല. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്ന ചില ടൈപ്സ് സ്പെഷ്യൽ കോൺട്രാക്ട്സ് പഠിക്കുക, അതിൻ്റെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പാർട്ടീസ് പഠിക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കളയാണ്ട് നമുക്ക് സ്പെഷ്യൽ കോൺട്രാക്ട്സിലേക്ക് മൂവ് ചെയ്യാം. ഈ സ്പെഷ്യൽ കോൺട്രാക്ട്സ് പഠിക്കുമ്പം മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം, ഇത് കോൺട്രാക്ട് 1 തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇപ്പോൾ കോൺട്രാക്ട് 1 നിങ്ങൾ പഠിച്ച പാർട്ടീസ്, എഗ്രിമെന്റ്, കൺസിഡറേഷൻസ്, അതുപോലെ തന്നെ ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ്, എല്ലാ ബേസിക് പ്രിൻസിപ്പിൾസും ഇവിടെ സെയിം ആയിരിക്കും. എല്ലാ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസും കോൺട്രാക്ട് ലോന്റെ എല്ലാ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസും ഇവിടെ ആസ് സച്ച് ആപ്ലിക്കബിൾ ആയിരിക്കുകയും ചെയ്യും. അതല്ലാണ്ട് ചില സ്പെസിഫിക് സർക്കംസ്റ്റൻസിൽ ചില സ്പെസിഫിക് ഫീച്ചറിലോട് കൂടിയ കുറച്ച് കോൺട്രാക്റ്റുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പഠിക്കുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. അതായത് കോൺട്രാക്ട് 1 is the foundation for everything, and what you're learning in contract 2 is possibly certain kinds of specific instances of contract. അപ്പം ഈ പറഞ്ഞ ജനറൽ കോൺട്രാക്റ്റിലെ ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ ഇതെല്ലാം റെലവെന്റ് ആയിരിക്കെ തന്നെ സ്പെസിഫിക് ആയിട്ട് ചില സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ചില കോൺട്രാക്ട്, ചില എഗ്രിമെന്റുകളെയും നമ്മളിവിടെ പഠിക്കും. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 കോൺട്രാക്ട് ആക്ടിലെ ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെന്റ്, ഏജൻസി ഒക്കെ നമ്മൾ പഠിക്കും. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വേറെയുണ്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് വേറെയുണ്ട്, NI ആക്ട് വേറെയുണ്ട്. പോസിബിളി നിങ്ങൾക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് വായിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് ടൈം ടുഡേ, ബട്ട് നെക്സ്റ്റ് ടൈമിൽ എപ്പോഴും നോക്കും പറ്റാം. അപ്പം എനിവേ, ആസ് ഐ സെഡ്, സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് അഡ്രസ് ചെയ്യുന്ന സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് അല്ലെങ്കിൽ കോൺട്രാക്ട് 2 പഠിക്കുന്നത്. അപ്പം കോൺട്രാക്ട് 1 പഠിച്ചിരിക്കുന്ന പീപ്പിൾ, കൺസിഡറേഷൻ, അതുപോലെ തന്നെ ഇതിനോട് റിലേറ്റഡ് ആയിരിക്കുന്ന എല്ലാ എലമെന്റ്സും, ഓഫർ, അക്സെപ്റ്റൻസ് എല്ലാം നിലവിൽ നിൽക്കുക തന്നെ ചില സ്പെസിഫിക് ഇൻസ്റ്റൻസിൽ ഈ കോൺട്രാക്ട് നേച്ചർ മാറിയിട്ട് ഈ കോൺട്രാക്ട് ഒരു സ്പെസിഫിക് നേച്ചറിലേക്ക് വരും. ആ നേച്ചറിലേക്ക് വരുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ജനറൽ കോൺട്രാക്ട് എഗ്രിമെന്റ്, ജനറൽ എഗ്രിമെന്റ്
വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് മാറിയിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ കവർ ചെയ്യുന്ന ഫസ്റ്റ് ഏരിയ ഇൻഡെംനിറ്റി ആണ്. സെക്ഷൻ 124 ഓഫ് ICA 124 to 125, ഇത് ഇവിടെ ഒരു സ്പെല്ലിംഗ് എറർ ഉണ്ട്. 124 to 125 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് സ്പെഷ്യൽ കോൺട്രാക്ട് ആണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇൻഡെംനിറ്റി വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലോസിന് എതിരെ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റിയാണ് നമ്മൾ ഇൻഡെംനിറ്റി പറയുന്നത്. what you basically do is that നമ്മൾ ഒരാൾക്ക് പ്രോമിസ് ചെയ്യുകയാണ്, നിനക്ക് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ലോസ് നിനക്ക് നികത്തി തരാം എന്ന് പറയുന്നതാണ് ഇൻഡെംനിറ്റി. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇൻഡെംനിറ്റി കാണാൻ പറ്റുന്ന കാർ ഇൻഷുറൻസ് ആണ്. നമ്മൾ കാർ ഇൻഷുറൻസ് അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കും. അപ്പം ആ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ കാര്യം എന്താ, എപ്പോഴെങ്കിലും വണ്ടി ആക്സിഡന്റ് ആവുകയോ ആളുകൾക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയോ ചെയ്താൽ, മനുഷ്യന്മാർക്കോ വണ്ടിക്കോ ആയാലോ ആണെങ്കിൽ ആ നഷ്ടം ഞാൻ നികത്താം. ലൈസൻസ് ഇൻഷുറൻസ് ഇസ് ബേസിക്കലി സെയിങ് ദാറ്റ്. അപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു എഗ്രിമെന്റിന്, ഒരു പ്രോമിസിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. സെയിങ് ദാറ്റ് യു കണ്ടിന്യൂ ഡൂയിങ് ദിസ് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം, നീ ചെയ്യുന്ന ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിരത്താൻ പറ്റും. ഐ മേക്ക് ഷുവർ ദാറ്റ് നിനക്ക് കോമ്പൻസേറ്റ് ചെയ്യാം, നിനക്ക് എന്തെങ്കിലും ലോസ് വന്ന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇത് ഇതർ എക്സ്പ്രസ്ലി ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി ആവാം. വൺ എക്സാമ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ഇസ് ദാറ്റ് ഞാൻ ഒരു ഓപ്ഷണർ ആണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു എ എന്ന് പറഞ്ഞ ആള് പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ ഈ ആളുടെ വസ്തുക്കൾ, മേ ബി വാൻഗോഗിന്റെ പെയിന്റിങ്സോ അല്ലെങ്കിൽ രവിവർമ്മയുടെ പെയിന്റിങ്സോ ഓപ്ഷനിൽ വെക്കാൻ തീരുമാനിച്ചു. ഞാൻ ഓപ്ഷണർ ആണ്. അപ്പം ഐ എം ദി വൺ ഹൂസ് ഇൻ ചാർജ് ഓഫ് ഇത് ഓപ്ഷൻ ചെയ്ത് പൈസ കൊടുക്കേണ്ട ചാർജ് ഞാനാണ്. അപ്പൊ ഞാൻ ഈ പ്രോപ്പർട്ടി എനിക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ ഓണറാണ്. ഞാൻ ഓപ്ഷൻ ചെയ്ത് വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഫേക്ക് ആയിരുന്നു എന്ന്. അപ്പം ദിസ് ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഇൻഡെംനിറ്റി. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ഞാൻ ഫേക്ക് ആയിട്ടാണ് ഞാൻ ആസ് എൻ ഓപ്ഷണർ ഞാൻ വിറ്റത് ഫേക്ക് ആയ സാധനമാണ്. അപ്പം ആക്ച്വലി ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതായത് ആരാണോ ഓണർ, ആ ഓണർ എന്നെ ഇൻഡെംനിഫൈ ചെയ്തിട്ടുണ്ട്. നീ ഇത് വിക്ക്, ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ നികത്തിക്കോളാം. സോ ഞാൻ നാളെ ഇഫ് സംബഡി സൂയിങ് മീ ഫോർ സെല്ലിങ് എ ഫേക്ക് പെയിന്റിങ്, it will go back to the original owner who has given me this property to be sold. ആ ഒരു പർപ്പസിന്, ആ ഒരു കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഓബ്ലിഗേഷനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. സോ ദി ഐഡിയ ഇസ് ദാറ്റ് നീ ചെയ്യുന്നത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കുക, എന്തെങ്കിലും ഡു വാട്ട് എവർ യു വോണ്ട്, കണ്ടിന്യൂ ഡൂയിങ് വാട്ട് എവർ യു വോണ്ട്. ഇൻ കേസ് ഇഫ് യു കം അക്രോസ് എനി ലോസ്, ആ ലോസ് ഞാൻ മീറ്റ് ചെയ്തോളാം, കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ബേസിക് കോൺട്രാക്ച്വൽ ലയബിലിറ്റി ആണ്, കോൺട്രാക്ച്വൽ പൊസിഷൻ ആണ് ഇൻഡെംനിറ്റി ക്യൂർ ചെയ്യുന്നത്. സെക്ഷൻ 124 പറയുന്നത് whenever one party promises to save the other from loss caused to him by, it is very important, ആ ലോസ് കോസ് ചെയ്യുന്നത് either by the conduct of himself or by the conduct of any other person എന്നാ പറഞ്ഞത്. അതായത് നീ ചെയ്ത ഒരു കാര്യം കൊണ്ടാണ് നിനക്ക് ലോസ് വന്നതാണെങ്കിലോ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ചെയ്ത ആക്ട് കൊണ്ടാണ് നിനക്ക് ലോസ് വന്നത് എങ്കിലിരുന്നാലും ഐ എം ഗോയിങ് ടു കോമ്പൻസേറ്റ് യു ഫുൾ ലോസ്. അങ്ങനെ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി പറയുന്നത്. സോ യു ആർ ഇൻഡെംനിഫൈങ് ടു ക്യൂർ എനി ലോസ് ദാറ്റ് ഹാസ് ഒക്കേർഡ് ആസ് പാർട്ട് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. എയും ബിയും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ എന്ത് ലോസ് വന്നാലും ഇയാൾ മീറ്റ് ചെയ്യാന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡെംനിറ്റിയിൽ ബേസിക്കലി 2 ആളുകളാണ് ഉള്ളത്. ആരാണോ ഇൻഡെംനിഫൈ, ഫോർ എക്സാമ്പിൾ ഐ ആം entering into a contract with B saying that നിനക്ക് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ മീറ്റ് ചെയ്തോളാം. So in this instance I am the indemnifier because I am the person who have given that promise, and you as a person who have met this loss would be the indemnified or indemnity holder. Indemnified എന്നും പറയും, indemnity holder എന്നും പറയും. So this contract is entered in your favor. അപ്പൊ നമ്മൾ ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ഏജന്റ്, ഇൻഷുറൻസ് ഹൗസ് ലൈക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ഇൻഡെംനിഫയറും നിങ്ങൾ ഇൻഡെംനിറ്റി ഹോൾഡറും ആയിരിക്കും. അങ്ങനെ നമ്മൾ തമ്മിൽ എഗ്രി ചെയ്യുന്ന കോൺട്രാക്ടിന് നമ്മൾ ഇൻഡെംനിറ്റി എന്നും പറയും. സോ ദ ഐഡിയ ഇസ് ദാറ്റ് യു പ്രോമിസ് ടു
compensate for loss that has occurred either due to your mistake or a mistake of any other person. അപ്പോൾ ഇതിലൊരു ഇൻഡെംനിഫയറും ഉണ്ടാവണം, ഇൻഡെംനിറ്റി ഹോൾഡറും ഉണ്ടാവണം. Some of the essentials to constitute an indemnity is that ആക്ച്വലി ഒരു ലോസ് സംഭവിക്കണം. ഞാൻ നിനക്കൊരു പ്രോമിസ് തരുക ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വന്നാൽ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോസ് ആക്ച്വലി സംഭവിക്കണം. സോ ദർ ഷുഡ് ബി ആൻ ആക്ച്വൽ ലോസ് ദാറ്റ് ഹസ് ഒക്കേർഡ്. മേ ബി നമ്മൾ ആക്സിഡന്റ് ആയി, കാറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേ ബി തെഫ്റ്റിന് അഗെയിൻസ്റ്റ് ഉള്ള ഇൻഷുറൻസ് ആണ്, തെഫ്റ്റ് സംഭവിച്ചു. അപ്പൊ ഒരു ലോസ് സംഭവിക്കണം. ഈ ലോസ് സംഭവിക്കുന്നത് ഈതർ പ്രോമിസറിനോ അല്ലെങ്കിൽ എനി അതർ പേഴ്സണോ ആയിരിക്കാം. സോ ഞാൻ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ ലോസ് സംഭവിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫയർ ഇൻഷുറൻസ് ഒരു എക്സാമ്പിളാണ്. വീട്ടിൽ തീ കത്തിപ്പോയി. അത് തീ കത്താനുള്ള കാരണം മേ ബി ഞാൻ ഏതെങ്കിലും അൺഅറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റവ് വെച്ചിട്ടുണ്ടാകും, ഞാൻ ഏതെങ്കിലും ഫയർ സോഴ്സ് ഞാൻ അടയ്ക്കാതെ, മേ ബി ഞാൻ ക്യാൻഡിൽ ലൈറ്റ് ചെയ്തിട്ട് അടയ്ക്കാതെ കിടന്നുറങ്ങി. അപ്പം there is a possibility that there is a mistake from my side, or it could be from any other person. അതൊരു ആർസൺ ആണെങ്കിൽ ആർസൺ is done by somebody. നമ്മൾ purposefully ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നതാണ് വേറെ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി. അപ്പൊ ആർസൺ ആണെങ്കിലും അതർവൈസ് ആണെങ്കിലും ഈ ലോസ് കോസ് ചെയ്യാം. ഇപ്പൊ ഒരു ലോസ് വേണം. ഈ ലോസ് ഈതർ പ്രോമിസറിന്റെ ഭാഗത്തു നിന്നായിരിക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡെംനിഫൈ ഈ ലോസിന് ലയബിൾ ആണ്. അപ്പൊ ലോസിൽ വന്ന എന്ത് കഷ്ടനഷ്ടതകളാണെങ്കിലും വാട്ട് എവർ ദാറ്റ് ഡാമേജ് ദാറ്റ് യു ഹാവ് ഫേസ്ഡ്, the indemnifier is liable to compensate. The compensation can be in multiple terms. It could be money matter or it could be replacement vagera vagera. So the bottom line is that this contract of indemnity is a contingent contract. Contingent എന്ന് പറഞ്ഞ ഒരു കണ്ടീഷന്റെ ബേസിസിൽ വരുന്ന ഒരു കോൺട്രാക്ട് ആണ്. If A occurs, I'm going to pay you this. So there is a particular instance that A സംഭവിക്കണം. A സംഭവിച്ചാൽ ഞാൻ ബിനെ കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പം അത്തരമുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ കണ്ടിജന്റ് കോൺട്രാക്ട് ആണ്. that the contract only comes into existence or it's only fulfilled upon a fulfillment of a contract, ഒരു കണ്ടീഷൻ. അപ്പൊ ഇവിടെ എന്താ കണ്ടീഷൻ? നിങ്ങൾക്ക് ലോസ് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ലോസ് നികത്തി തരാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതൊരു കണ്ടിജന്റ്, ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഒരു കണ്ടിജന്റ് കോൺട്രാക്ട് ആണ്. അത് എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും? ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ബോട്ടം ലൈൻ ഇസ് contract of indemnity is a contingent contract and is only enforceable when there is a loss. ഇൻഡെംനിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്ത് ലോസ് വന്നാലും ആ ലോസിനെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള അണ്ടർലൈൻ പറയുന്ന സ്പെഷ്യൽ സർക്കംസ്റ്റൻസിനെയാണ് നമ്മൾ, അത്തരത്തിലുള്ള സ്പെഷ്യൽ കോൺട്രാക്ടിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻഡെംനിറ്റി ഹോൾഡറിന്റെ റൈറ്റ്സ് മൾട്ടി ഫേസറ്റ്സ് ആണ്. നമുക്ക് പല രീതിയിലുള്ള റൈറ്റ്സ് ഇൻഡെംനിറ്റി ഹോൾഡറിന് ഉണ്ടാവും. ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുമ്പോൾ ഇപ്പം ഇൻഷുറൻസിന്റെ കേസിലാണെങ്കിൽ നമ്മളാണ് ഇൻഡെംനിറ്റി ഹോൾഡർ. ആർക്ക് അനുകൂലമായിട്ടാണോ ഒരു പ്രോമിസ് തന്നത് ആ ആളെയാണ് നമ്മൾ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് വിളിക്കുന്നത്. അപ്പം ദിസ് ഇൻക്ലൂഡ്സ് വേരിയസ് ഇൻസ്റ്റൻസസ്. ഇൻഡെംനിറ്റി ഹോൾഡറിന് പലതരത്തിലുള്ള റൈറ്റ്സ് ഉണ്ട്. ഒന്ന്, എന്തെങ്കിലും ഡാമേജസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് റിക്കവർ ചെയ്യാം. ഇപ്പം വണ്ടിക്ക് ആക്സിഡന്റ് ആയി, വണ്ടിക്ക് പണി കിട്ടി, വണ്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മെക്കാനിക്കിന്റെ ഷോപ്പൊക്കെ എത്തി. അപ്പം അവിടെ വരുന്ന എത്ര രൂപയാണോ വരുന്നത് ആ പൈസയുടെ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാം. അല്ലെ ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയതാണെങ്കിൽ അതും കോമ്പൻസേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോസ്റ്റ് റിക്കവർ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് ക്ലെയിം ചെയ്യാൻ എടുത്ത ഇൻഡെംനിറ്റി ക്ലെയിം ചെയ്യാൻ എടുത്ത കോസ്റ്റ്, ആ കോസ്റ്റും റിക്കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് കോംപ്രമൈസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് എമൗണ്ടും റിക്കവർ ചെയ്യാനുള്ള റൈറ്റ്സ് ഹോൾഡറുണ്ട്. അതായത് എനിക്ക് ലോസ് കിട്ടിയത് മാത്രമല്ല, എൻ്റെ കോസ്റ്റ് മാത്രമല്ല, ഇതല്ലാണ്ട് എനിക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ മേ ബി ഐ വോണ്ട് ഇൻട്രസ്റ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഇൻഡെംനിറ്റി ഹോൾഡറിനുണ്ട്. അവസാനമായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആക്ട് ചെയ്യുന്നതിലാണ് ഇൻഡെംനിറ്റി കിട്ടുന്നതെങ്കിൽ ആ ആക്ട് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡെംനിറ്റി ഹോൾഡറിന് സ്യൂ ചെയ്യാം. പ്രോബബ്ലി റീപ്ലേസ് ചെയ്യാനായിരിക്കും, ഏതെങ്കിലും പെർട്ടിക്കുലർ വേർഷൻ റീപ്ലേസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. സോ അത് സ്പെസിഫിക്കലി പെർഫോം ചെയ്യാൻ
കോമ്പൻസേഷൻ ഒന്നും വേണ്ട, നിങ്ങൾ ഡാമേജ് ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല, എനിക്കിത് പഴയ പോലെ ആക്കി തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് സ്പെസിഫിക്കലി ഇത് പെർഫോം ചെയ്താൽ മതി എന്ന് പറയുന്നതും ആവാം. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാം റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഇൻഡെംനിറ്റി ഹോൾഡറിനുണ്ട്. ഈ ഇൻഡെംനിറ്റി ഹോൾഡറിന്റെ റൈറ്റ്, അതേപോലെ തന്നെ ഇൻഡെംനിഫയറിന്റെ ലയബിലിറ്റി ടു കോമ്പൻസേറ്റ് തുടങ്ങുന്നത് എപ്പോഴാണോ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇൻഡെംനിറ്റി ഹോൾഡറിന് ഇൻഡെംനിഫയർ സ്യൂ ചെയ്യാം കോമ്പൻസേഷന് വേണ്ടിയിട്ട്. അപ്പം ദ ഐഡിയ ഇസ് ദാറ്റ് ഏതെങ്കിലും നമ്മൾ പറയുന്നത് ഇൻഡെംനിറ്റി എന്ന് പറയുന്ന സ്പെസിഫിക് കൈൻഡ് ഓഫ് കോൺട്രാക്ടിനെ കുറിച്ചാണ്. എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നികത്തി തരാമെന്ന് പറയുന്ന സ്പെസിഫിക് കേസ് ഓഫ് കോൺട്രാക്ട് ആണ് നമ്മൾ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇൻഡെംനിറ്റി ഹോൾഡറും ഉണ്ട്, ഇൻഡെംനിഫയറും ഉണ്ട്. ഈ ഇൻഡെംനിഫയർ ആണ് ഹൂസ് ഗിവിംഗ് ദ പ്രോമിസ് ആൻഡ് ഇൻഡെംനിറ്റി ഹോൾഡർ ഇസ് പേഴ്സൺ ഹൂസ് ഹോൾഡിംഗ് ദാറ്റ് പ്രോമിസ്. ഇതാണ് ബേസിക്കലി ഇൻഡെംനിറ്റി എന്ന് പറയുന്ന സ്പെസിഫിക് കൈൻഡ് ഓഫ് കോൺട്രാക്ട്. നമ്മൾ ബാക്കി കോൺട്രാക്ട് ലോയിൽ പഠിച്ചിരിക്കുന്ന കൺസിഡറേഷൻ ഇതെല്ലാം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് ആണ്. നമ്മൾ അതുകൊണ്ടാണ് സ്പെഷ്യൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. ഇത് റിമെമ്പർ ദിസ് ഇസ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. ഇതല്ലാണ്ട് വേറെ സിവിൽ റിലേഷൻഷിപ്പ് അല്ല. ഇതൊരു കോൺട്രാക്ടിന്റെ ബേസിൽ ഉണ്ടാകുന്ന കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആണ്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഐഡിയ അണ്ടർ യുവർ contract 2. It's on indemnity. സെക്കൻഡ് കാര്യം ഗ്യാരണ്ടി ആണ്. ഈ ഗ്യാരണ്ടിയും കൂടെ പറഞ്ഞിട്ട് ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഇൻഡെംനിറ്റി പറഞ്ഞത്, ഇൻഡെംനിറ്റി നോർമലി രണ്ട് പേര് തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വന്നാൽ ഞാൻ നെഗറ്റീവ് തരാം എന്ന് പറയുന്ന ഒരു പേഴ്സണൽ കോൺട്രാക്ട്, പേഴ്സണൽ ആയിട്ടുള്ള എഗ്രിമെന്റ് പോലെയാണ് നമ്മൾ കോൺട്രാക്ട് ഇൻഡെംനിറ്റിയെ കാണുന്നത്. Guarantee, on the other hand, is a promise. Under section 126 of Indian Contract Act, guarantee ഒരു പ്രോമിസ് ആയിട്ടാണ് പറയുന്നത്. പ്രോമിസ് ടു പെർഫോം or discharge a liability of a third person in case of a default. എന്ന് വെച്ചാൽ ഒരു തേർഡ് പേഴ്സണ് ABC ഉണ്ട്, സിക്ക് ഓൾറെഡി കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്. അപ്പം സി ഈ ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാളുടെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, അയാൾ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ സിക്ക് പകരം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇൻഡെംനിറ്റി അല്ല ഇത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സി പെർഫോം ചെയ്യും, സി പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാം. സോ there is a promise between two persons saying that this third person is going to perform a act. In case he defaults or if he fails to perform, you hold me accountable, I'll compensate. അപ്പം നേരത്തെ പറഞ്ഞതിൽ ഇൻഡെംനിറ്റിയിൽ രണ്ടുപേരുണ്ടായാലും അവർ പരസ്പരം തമ്മിലുള്ള എഗ്രിമെന്റേ ഉള്ളൂ. ഗ്യാരണ്ടിയിൽ വരുമ്പോൾ 3 ആളുകൾ വരുന്നുണ്ട്. 3 ആളുണ്ടെങ്കിലും 2 ആൾ തമ്മിലാണ് കോൺട്രാക്ട് വരുന്നത്. അവൻ ചെയ്യും, അവൻ ചെയ്തിട്ടില്ലേ നീ എൻ്റെ അടുത്ത് വാ, ഞാൻ നമുക്ക് പിന്നെ അപ്പം നോക്കാം, അപ്പം ഞാൻ ചെയ്തു തരാം നിനക്കെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എഗ്രിമെന്റിനെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ ദിസ് കുഡ് ഈതർ ബി നമ്മൾ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഹയർ ചെയ്തായിരിക്കും. അപ്പോൾ ഹയർ ചെയ്ത സാധനം അത് ചെയ്യാം എന്ന് പെർഫോമൻസിന് വേണ്ടി ഹയർ ചെയ്താണെങ്കിൽ അത് അവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് കൊടുത്തായിരിക്കും. അപ്പം കാശ് കൊടുത്തിട്ട് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു തരാം, ഇയാൾ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു തരാം എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് എഗ്രിമെന്റിനെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ വെരി ഇമ്പോർട്ടൻ്റ്ലി ഈ ലയബിലിറ്റി, ഗ്യാരണ്ടിയിലെ ലയബിലിറ്റി എപ്പോഴും ഗ്യാരണ്ടിയിലെ ലയബിലിറ്റി ഡിഫോൾട്ടിന്റെ സമയത്താണ് റൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാരണ്ടി കൊടുത്ത ആൾക്ക്, അതായത് ഷോർട്ടി എന്ന് വിളിക്കുക, ഗ്യാരണ്ടി കൊടുത്ത ആൾക്ക് എന്തെങ്കിലും ഡിഫോൾട്ട് വരത്തുള്ളൂ, എന്തെങ്കിലും ലയബിലിറ്റി വരുള്ളൂ. ഡിഫോൾട്ട് ഇല്ല, ഞാൻ പ്രോപ്പറായിട്ട് കാശെല്ലാം അടച്ചു, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി നിന്ന ആൾക്ക് പ്രശ്നമില്ല. എനിക്ക് ഗ്യാരണ്ടി നിന്ന ആളുടെ ലയബിലിറ്റി ആസ് എ ഗ്യാരണ്ടർ വരുന്നതും എപ്പോഴും ഡിഫോൾട്ട് വരുന്ന സമയത്താണുള്ളത്. അതേപോലെ തന്നെ സെക്ഷൻ 127 കോൺട്രാക്ട് ആക്ട് പ്രകാരം ഗ്യാരണ്ടി is defined as anything done or any promise made for the benefit of the principal debtor may be sufficient consideration for the surety for giving the guarantee എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാൻ ഒരു സാധനം
ഈതർ മുന്നേ ചെയ്ത കാര്യത്തിനാവാം, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിനായിരിക്കും. ആസ് ലോങ് as ചെയ്യുന്ന കാര്യം പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ബെനിഫിറ്റിന് വേണ്ടി ആണെങ്കിൽ നമുക്ക് ഈ ഗ്യാരണ്ടിയിൽ കൺസിഡറേഷൻ ഈക്വൽ. ഇപ്പൊ നമ്മൾ സാധാരണ കോൺട്രാക്ട് ആക്ടിൽ പഠിക്കുമ്പോൾ പറയും കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ദർ ഇസ് നോ വാലിഡ് കോൺട്രാക്ട് വിത്തൗട്ട് വാലിഡ് കൺസിഡറേഷൻ. അപ്പൊ ഇവിടെ ഗ്യാരണ്ടിയിലെ വാലിഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെയ്ത കാര്യം ഉണ്ടല്ലോ, ആ ചെയ്ത കാര്യം മതി കൺസിഡറേഷൻ ആയിട്ട്. ആ കൺസിഡറേഷൻ നമ്മുടെ എഗ്രിമെന്റിൽ ഒരു അതിലും കൂടി എക്സ്റ്റെൻഡഡ് ആയി വരും. ഈ കൺസിഡറേഷൻ അതിലും കൂടി കൺസിഡർ ചെയ്ത് വരും എന്ന് പറയുന്നതാണ് 127 നിൽക്കുന്നത്. അപ്പം ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ആണ് മെയിൻലി ഉണ്ടാവുന്നത്. ഒന്ന് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത് ആരാണോ വാങ്ങിയത്, കാശ് കടം മേടിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും എഗ്രിമെന്റ് ഒരു പ്രോമിസ് കൊടുത്തതോ ആയ ആളാരാണോ അയാളാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആരടുത്തുനിന്നാണോ ഈ കടം വാങ്ങുകയോ അല്ലെങ്കിൽ ആർക്കാണോ ഈ പ്രോമിസ് കൊടുത്തിരിക്കുന്നത് അയാള് ക്രെഡിറ്റർ. അതേപോലെ തന്നെ ആരാണോ ഇതിന് ഗ്യാരണ്ടി നിന്നത് അയാളെ നമ്മൾ ഷോർട്ടി എന്ന് വിളിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ 3 പാർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗ്യാരണ്ടിയെ നമ്മൾ ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് എന്ന് പറയാം. 3 പാർട്ടി ഉള്ളതുകൊണ്ട് ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റ് എന്ന് വിളിക്കും. അപ്പം ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആണ് കാശ് അല്ലെങ്കിൽ വാട്ട് എവർ എഗ്രിമെന്റ് എന്തെങ്കിലും പ്രോമിസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആർക്കാണോ ആ പ്രോമിസ് കൊടുത്തിരിക്കുന്നത് അയാൾ നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കും. ആരാണോ ഇതിന് സെക്യൂരിറ്റി തന്നത് അയാൾ നമ്മൾ ഷോർട്ടി എന്ന് വിളിക്കും. ഈ 3 പേരും കൂടെ ഉണ്ടാവുന്ന ഈ ട്രൈപാർട്ടീറ്റ് എഗ്രിമെന്റിന് നമ്മൾ ഗ്യാരണ്ടി എന്നോ അല്ലെങ്കിൽ ഷോർട്ടിഷിപ്പ് എന്നോ വിളിക്കാം. ഇത് രണ്ടും ഒരേ സാധനമാണ്. ബേസിക്കലി ഇങ്ങനെ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് 3 തരത്തിലുള്ള കോൺട്രാക്ട് അതിൻ്റെ ഉള്ളിലുള്ളത്. ഒന്ന്, പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ ഇത്ര രൂപ കടം വാങ്ങാണ്, മേ ബി പോസിബിളി ഇത്ര തിരിച്ചു തരാം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ്. അത് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്ററും ഷോർട്ടിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതെന്താ എഗ്രിമെന്റ്? ഇൻ കേസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, അതായത് കടം വാങ്ങിച്ചവൻ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു തരാം, ഞാൻ നിനക്ക് ഗ്യാരണ്ടി തരുന്നു. അപ്പം ആ ക്രെഡിറ്ററും ഷോർട്ടിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായി. ഇതല്ലാണ്ട് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷോർട്ടിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്തിന്? ഇൻ കേസ് ഓഫ് എനി പേയ്മെന്റ്, ഞാൻ എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്തു, അതായത് നീ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ്, നിനക്ക് ഒരു സെക്യൂരിറ്റി നിന്നാണ് ഞാൻ. അപ്പൊ ഇൻ കേസ് നീ കൊടുക്കാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്നാണ് കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത കാശ് എനിക്ക് നീ തിരിച്ചു തരണം. സോ there is 3 agreements the 3 contracts that is working parallelly. 3 പാർട്ടീസ് ഉണ്ട്. 3 പാർട്ടീസും തമ്മിൽ 3 തരത്തിലുള്ള എഗ്രിമെന്റ് നടക്കുന്നുണ്ട്. ഇത് 3 കോൺട്രാക്ട്സ് ആണ്. ഈ 3 കോൺട്രാക്ട് ആയതുകൊണ്ട് ഇതിന്റെ ഒരു യുണീക് കോംപ്ലക്ഷനെ നമ്മൾ ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നു. അപ്പം ഈ പറയുന്ന 3 ആൾക്കാരും തമ്മിലുള്ള 3 വ്യത്യസ്ത രീതിയിലുള്ള കോൺട്രാക്ട് ഒരുമിച്ച് ഒരു പ്രോമിസിന്റെ മുകളിൽ ഒരു പ്രോമിസിന്റെ ബേസിസിൽ ഇതർ ഓൾറെഡി ഡൺ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന പ്രോമിസ് എന്നുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയും. അപ്പം ഗ്യാരണ്ടിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിന്റെ എല്ലാ വാലിഡ് എസെൻഷ്യൽ ഫീച്ചേഴ്സും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കോമ്പീറ്റന്റ് കോൺട്രാക്ട് ആവണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഷുവർട്ടി കോമ്പീറ്റന്റ് കോൺട്രാക്ട് ആവണം. എന്ന് വെച്ചാൽ ഞാൻ ഒരാളുടെ കാശ് വാങ്ങി, ആ കാശിന് എനിക്ക് മൈനോറിറ്റി ആയിരിക്കും, ഞാൻ ഏജ് ഓഫ് മൈനോറിറ്റി ആയിരിക്കും, മെജോറിറ്റി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മെന്റലി അൺസ്റ്റേബിൾ ആണ് ഞാൻ. അപ്പൊ അങ്ങനെ വരുമ്പം എനിക്ക് ബാക്കപ്പ് ചെയ്യുന്ന, എനിക്ക് സെക്യൂരിറ്റി നിന്ന് വേറെ ആളുണ്ടാക്കും. ആ സെക്യൂരിറ്റി നിന്ന ആൾക്ക് മാത്രം കോമ്പീറ്റൻസ് മതി. അതായത് നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് കോമ്പീറ്റൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഏജ്, അതേപോലെ ഫ്രീ കൺസെന്റ്, മെന്റൽ കപ്പാസിറ്റി ഒക്കെ നമ്മൾ കോൺട്രാക്ട് 1 പഠിച്ചിട്ടില്ലേ. അതേ കപ്പാസിറ്റി ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ കാര്യത്തിൽ ആവശ്യം ഇല്ല, പക്ഷെ ഷോർട്ടിന്റെ കാര്യത്തിൽ വേണം. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇൻ കേസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ കാശ് കൊടുത്തിട്ടില്ലെങ്കിലും ഷുവർട്ടിനാണ് പിടിക്കാൻ പോകുന്നത്. So because surety will be held liable for this purpose, surety should be competent to contract. A principal debtor need not be competent to contract. അതേപോലെ തന്നെ ഈ ഷുവർട്ടിക്ക് ഒരു ബെനിഫിറ്റും കിട്ടണം നിർബന്ധമില്ല.
നമ്മൾ കൺസിഡറേഷൻ പറയൂലേ, ഇപ്പൊ കൺസിഡറേഷൻ പറയുന്ന സമയത്ത് ശരിക്കും കൺസിഡറേഷൻ ഇല്ലാണ്ട് കോൺട്രാക്ട് വാലിഡ് അല്ലല്ലോ. ഞാൻ ഒരാൾക്ക് ഗ്യാരണ്ടി നിൽക്കുമ്പോൾ എനിക്കൊരു കൺസിഡറേഷൻ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ കൺസിഡറേഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് വാലിഡ് കോൺട്രാക്ട് ആവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം കോടതി പറയുന്നത് അതിന്റെ ആവശ്യമില്ല. സെക്ഷൻ 127 പ്രകാരം നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കൊടുത്ത കൺസിഡറേഷൻ മതി ഷുവർട്ടിക്കും. പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കാശ് കൊടുത്തല്ലോ, നിങ്ങൾ ഷുവർട്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വില്ലിംഗ്ലി അഡ്മിറ്റ് ചെയ്യാണ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കൊടുത്തിരിക്കുന്ന അതേ ലയബിലിറ്റീസ് എനിക്കും ഞാനും അതിന് അവർക്ക് കൊടുത്ത സാധനം മതി, എനിക്ക് ഇനഫ് കൺസിഡറേഷൻ എന്ന് പറയുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷുവർട്ടിക്ക് വേറെ സ്പെസിഫിക് ആയിട്ട് കൺസിഡറേഷൻ കിട്ടേണ്ട ആവശ്യമില്ല. ഷുവർട്ടിക്ക് കിട്ടേണ്ട കൺസിഡറേഷൻ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കിട്ടിയ കൺസിഡറേഷൻ മാത്രം മതി. അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്യാരണ്ടി ഈതർ ഓറലിയും ആവാം അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടും ഉണ്ടാവാം. ഇത് ഡിപ്പെൻഡിങ് ഓൺ എവിഡൻസ് ലോ. ഇഫ് യു ക്യാൻ പ്രൂവ് എൻ ഓറൽ ഗ്യാരണ്ടി, ദാറ്റ് ഇസ് ഓൾസോ വാലിഡ് ഗ്യാരണ്ടി. അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്യാരണ്ടി എപ്പോഴും ഒരു എക്സിസ്റ്റിംഗ് ലയബിലിറ്റിക്കോ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ഒരു പെർഫോമൻസിനോ ബേസിസിൽ വേണ്ടി മാത്രമേ ഇത്തരത്തിലൊരു എഗ്രിമെന്റ്, ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇനി ചെയ്യാൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ലീഗലി എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. സോ ഗ്യാരണ്ടി ക്യാൻ ഓൺലി ബി ഡൺ ഫോർ ഓഫ് ഡൂയിങ് സംതിങ് വിച്ച് ഇസ് ലീഗലി എൻഫോഴ്സിബിൾ ബൈ ലോ, ഇസ് പോസിബിൾ ടു ബി ഡൺ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ചന്ദ്രനെ പിടിച്ചുകൊണ്ട് തരാം, ഞാൻ മൂണിനെ പിടിച്ചുകൊണ്ട് തരാം എന്ന് പറയുന്നത്, വി നോ ഇറ്റ്സ് എൻ ഇമ്പോസിബിൾ ആക്ട്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ദർ ഇസ് നോ പോസിബിലിറ്റി ഫോർ ഗ്യാരണ്ടി. അപ്പം എൻഫോഴ്സിബിൾ അല്ലോ, ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കണം. അതേപോലെ എക്സിസ്റ്റിംഗ് ലയബിലിറ്റിയോ അല്ലെങ്കിൽ ഇനി പ്രോമിസ് ചെയ്യാൻ പോകുന്ന ലയബിലിറ്റിയോ ആവാം. പാസ്റ്റ് കൺസിഡറേഷൻ ഒരു വാലിഡ് കൺസിഡറേഷൻ ആണ്. അതായത് ഞാനും ഇയാളും തമ്മിൽ കാശിടപാട് മുന്നേ ഉണ്ടായി, ആ സമയത്ത് ഗ്യാരണ്ടിയും ഷുവർട്ടിയും ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ഇവര് നോർമലി ആരാണോ ഉള്ളത്, അങ്ങനെ വരുന്ന സമയം ആരാണോ ഉള്ളത് അവരുടെ അടുത്ത് നിന്ന് അവർക്ക് എടുക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കാശ് തിരിച്ചു ചോദിച്ചിട്ട് കുറെ കാലമായിട്ട് കൊടുക്കുന്നില്ല. കുറെ എന്നോട് പലതവണ ചോദിച്ചു, ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഭയങ്കര ഇഷ്യൂ ആയി, ആ നാട്ടുകാർ ഇടപെട്ടു. അവസാനം എൻ്റെ ബ്രദർ എനിക്ക് ഗ്യാരണ്ടി തന്നു. അവൻ ഇത്ര ദിവസം കൊണ്ട് തരും, അവൾ ഇത്ര ദിവസം തരും, തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം. സോ ഇനീഷ്യലി ഈ കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് ഗ്യാരണ്ടി ഇല്ല, ഗ്യാരണ്ടറും ഷുവർട്ടിയും ഒന്നുമില്ല. ഇത് ബേസിക് കാശ് ഇടപാടേ ഉള്ളൂ. അത് ആയതിനു ശേഷം പിന്നീടാണ് ഷുവർട്ടി വരുന്നത്. അങ്ങനെയും ചെയ്യാം. സോ അപ്പം വരുന്ന ഷുവർട്ടിക്ക് അയാളുടെ കൺസിഡറേഷൻ എന്താ? പാസ്റ്റ് കൺസിഡറേഷൻ. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്ററിന് ഇത്ര കാശ് കൊടുത്തു എന്നുള്ളതാണ് അവനുള്ള കൺസിഡറേഷൻ. സോ പാസ്റ്റ് കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ ആണ്. അപ്പം നോർമലി ഈ പറയുന്ന ഗ്യാരണ്ടി ഒരു കൺസിഡറേഷന്റെ ബേസിസിൽ വേണം. അതേപോലെ തന്നെ ഇതിന്റെ ഒരു എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസിന്റെ ബേസിസിലോ അല്ലെങ്കിൽ പ്രോമിസ് ലയബിലിറ്റീസിലോ ഒക്കെ വേണം. പാസ്റ്റ് ലയബിലിറ്റീസ്, പാസ്റ്റ് കൺസിഡറേഷനും വാലിഡ് കൺസിഡറേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്യാരണ്ടി ഒരിക്കലും മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്, മെറ്റീരിയൽ ഫാക്ടിന്റെ മിസ്റെപ്രസെന്റേഷൻ വഴി ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ഗ്യാരണ്ടീസ് ഇൻവാലിഡ് ആണെന്ന് സെക്ഷൻ 142 പറയുന്നുണ്ട്. 143 കൺസീൽമെന്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട് വെച്ച് നടത്തുന്ന ഏത് ഗ്യാരണ്ടിയും ഇൻവാലിഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ജനറലി നോർമലി നമുക്ക് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു ലോ വേണം. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ കൺസിഡറേഷനെ കുറിച്ച് പറഞ്ഞു. അതായത് എസെൻഷ്യലി ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗ്യാരണ്ടി ഉണ്ടാവത്തുള്ളൂ. അതിൽ ഓറൽ ആവാം, റിട്ടേൺ ആവാം, എൻഫോഴ്സിബിൾ ബൈ ലോ ആവണം എന്നും പറഞ്ഞു. ചില സർക്കംസ്റ്റൻസിൽ ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് ഇല്ലെങ്കിൽ പോലും ഗ്യാരണ്ടി നിൽക്കും. ചില ഇൻസ്റ്റൻസിൽ there are specific instances where despite having no valid contract, the contract of guarantee would still stand. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈനേഴ്സിന്റെ ഡെപ്റ്റ് ആണ്.
നോർമലി നിങ്ങൾ കോൺട്രാക്ട് 1 പഠിച്ച സമയത്ത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മൊഹറബി വേഴ്സസ് ധർമ്മദാസ് ഘോഷിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺട്രാക്ട് ഓഫ് എ മൈനർ ഇസ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ എൻഫോഴ്സബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മൈനറിന്റെ കോൺട്രാക്ട് നോർമലി ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് അല്ല. നമ്മൾ ഇത്തിരി നേരം പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊരു എക്സെപ്ഷനാണ്. ഈ എക്സെപ്ഷൻ പറയുന്നത് മൈനറിന്റെ കോൺട്രാക്ട് ആണെങ്കിലും ഷോർട്ടി പേർപ്പസ്ഫുള്ളി വന്ന് ഓക്കെ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗ്യാരണ്ടി ഇറ്റ്സ് എ വാലിഡ് ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ട്. സോ മൈനേഴ്സ് ഡെപ്റ്റ് പെർപ്പസ്ഫുള്ളി ആരെങ്കിലും ഏറ്റെടുക്കുമ്പോൾ ആ അത്തരത്തിൽ ഏറ്റെടുക്കുന്ന ഗ്യാരണ്ടി ഇറ്റ്സ് എ വാലിഡ് ലീഗലി എൻഫോഴ്സബിൾ മെക്കാനിസം ആണ്, ഗ്യാരണ്ടി ആണെന്ന് പറയുന്നുണ്ട്. ഇതല്ലാണ്ട് ഏതെങ്കിലും ടൈം ബാർഡ് ഡെപ്റ്റോ അല്ലെങ്കിൽ വോയിഡ് ഡെപ്റ്റോ ഒക്കെ ആണെങ്കിൽ നോർമലി ടൈം ബാർഡ് ഡെപ്റ്റോ ഒന്നും എൻഫോഴ്സബിൾ അല്ല. അപ്പം അത്തരത്തിലുള്ള ടൈം ബാർഡ് ഡെപ്റ്റുകൾ അല്ലെങ്കിൽ വോയിഡ് ഡെപ്റ്റുകളൊന്നും നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് ആരെങ്കിലും ഗ്യാരണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇത് ടൈം ബാർ ചെയ്യുക അല്ലെങ്കിൽ വോയിഡ് ആയിട്ടുള്ള ഡെപ്റ്റ് ആണ്, അത് നോർമലി എൻഫോഴ്സബിൾ അല്ല. പക്ഷെ വേറെ ആരെങ്കിലും വന്ന് അതിന് ഗ്യാരണ്ടി പേഴ്സണൽ ഗ്യാരണ്ടിയോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ മെയിൻ സാധനം എന്താന്ന് വെച്ചാൽ അൺജസ്റ്റ് ആയിട്ടുള്ള എൻറിച്ച്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സെപ്ഷൻ നോക്കുന്നത്. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കാം? ഞാനൊരു മൈനർ നാട്ടിൽ മൊത്തം കാശ് വാങ്ങി നടക്കും. അപ്പൊ എന്നിട്ട് ആരെയും കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ നീ പോയി കേസ് കൊടുക്കുക പറയും. അപ്പൊ നീ പോയി കേസ് കൊടുക്കുന്നു പറഞ്ഞാൽ അവൻ പോയി കേസ് കൊടുത്ത കോടതി പറയും പറ്റില്ല, കാരണം ഈ ഇത് ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് അല്ല, അതുകൊണ്ട് ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് അൺഫെയർ അഡ്വാൻറ്റേജ് ആയിരിക്കാം മൈനറിന്. അപ്പം അത്തരത്തിലുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള എൻറിച്ച്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സെപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അത് മൈനേഴ്സ് ഡെപ്റ്റ് ആയാലോ വോയിഡ് ഡെപ്റ്റ് ആയാലും എന്തായാലും എൻറിച്ച്മെന്റ് നടന്നു, ആരെങ്കിലും കാശ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആരടുത്താണോ കാശ് ലോസ് വന്നിരിക്കുന്നത് ആ ലോസ് ഇക്വേറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. സോ ദാറ്റ് ഈസ് ദി എക്സെപ്ഷൻ ടു ജനറൽ റൂൾ. അപ്പം ഗ്യാരണ്ടി, പാർട്ടീസ് ടു ഗ്യാരണ്ടി, relevance of consideration and guarantee, exception to the general rule of enforceability of legally enforceable promise under guarantee. ഇതല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി നോക്കാനുണ്ട്. നമുക്ക് രണ്ട് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടീസ് ആണ് ഉള്ളത്. ഒന്ന് സ്പെസിഫിക് ഗ്യാരണ്ടിയും രണ്ട് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയും. ഇത് ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ഏരിയ ആണ്. സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്പെസിഫിക് ആയ ഒരു ഡെപ്റ്റിന്റെ മുകളിലാണ് ഗ്യാരണ്ടി കൊടുത്തത്. 10 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങിച്ചു. ഓക്കെ, എന്റെ ബ്രദർ ആണ് എന്റെ ഗ്യാരണ്ടി നിന്നത്. ബ്രദർ ഗ്യാരണ്ടി നിൽക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപയ്ക്കാണ് അവൻ ഗ്യാരണ്ടി നിൽക്കുന്നത്. അപ്പം വേറെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ 10 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്റെ ബ്രദറിനെ സ്യൂ ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ജസ്റ്റ് 1 ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഒരു സ്പെസിഫിക് ആയ ഡെപ്റ്റ്, ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷന്റെ മുകളിലോ മാത്രം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഗ്യാരണ്ടികളെ നമ്മൾ സ്പെസിഫിക് ഗ്യാരണ്ടി പറയും. അതായത് സ്പെസിഫിക് ആയിട്ടൊരു ഇൻസ്റ്റൻസ് ഉണ്ട്, ആ ഇൻസ്റ്റൻസിന്റെ മുകളിൽ മാത്രമേ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കൂ. ഒരു കാര്യത്തിന് മാത്രം, ഒരു ഡെപ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ട്രാൻസാക്ഷൻ എന്താന്ന് വെച്ചാൽ ആ ഒറ്റ കാര്യത്തിന് മാത്രമേ ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നുള്ളൂ. അവൻ ആ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്റെ അടുത്ത് വാ എന്ന് പറഞ്ഞാണ് സ്പെസിഫിക് ഗ്യാരണ്ടി. ഓൺ ദ കോൺട്രറി, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി സെക്ഷൻ 129 ICAയിലാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി പറയുന്നത്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷന്റെ മുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എല്ലാ മാസവും ഇത്ര രൂപ വച്ച് ഞാൻ തിരിച്ചു തരണം. ദിവസം വീണ്ടും കൊടുത്തില്ല. അപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രേക്ക് വന്നു. മൾട്ടിപ്പിൾ ആയിട്ടുള്ള 2 തവണ ഈ സീരീസ് ഓഫ് ട്രാൻസാക്ഷനിൽ ബ്രേക്ക് വന്നു. അപ്പം ഈ 2 തവണ വന്ന ബ്രേക്കിലെയും നമുക്ക് സൂ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഗ്യാരണ്ടികൾ എന്നാണ് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസിന് മാത്രമല്ല, ഇവ റെന്റ് തന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ മാസം എല്ലാ മാസവും ഇത്ര രൂപ അവൻ തന്നുകൊണ്ടിരുന്നോളും എന്നാണ് ഞാൻ ഈ ഗ്യാരണ്ടി കൊടുത്തത്. ഇവൻ എല്ലാ മാസവും കൊടുക്കേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൻ ഒരു മാസത്തെ പ്രശ്നം ഉണ്ടാക്കിയാൽ 2 മാസത്തെ പ്രശ്നം ഉണ്ടാക്കിയാലോ അതെന്റെ തലയിൽ വരും. അത്തരത്തിലുള്ള കണ്ടിന്യൂയിങ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അത് ഒരൊറ്റ ട്രാൻസാക്ഷൻ അല്ല, ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വേറെ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കടം വാങ്ങിയിട്ട് നമ്മൾ ഡിസ്കഷൻ വന്നു, സംസാരം വന്നു, തിരിച്ചു കൊടുക്കാൻ തീർപ്പൊക്കെ ആയി പറയുന്നു. നമ്മൾ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം 4 ഇൻസ്റ്റാൾമെന്റ് ആണ് കൊടുക്കുന്നത്. ഇതിന് ഗ്യാരണ്ടി ആരാണ്? മറ്റൊരാൾ, മേ ബി ബ്രദർ ആരെയും വന്നിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നു. എന്നിട്ട് പറയും ഇവൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം.
അപ്പം ഓരോ ട്രാൻസാക്ഷനിലും ഗ്യാരണ്ടി വന്ന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, തേർഡ് ഇൻസ്റ്റാൾമെന്റ്, ഫോർത്ത് ഇൻസ്റ്റാൾമെന്റിലും ഈ പറയുന്ന ഷ്യൂരിറ്റിക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അത്തരത്തിലുള്ള എഗ്രിമെന്റിനെയാണ് നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മൊത്തം ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് മൊത്തം നമ്മൾ പർപ്പസ്ഫുള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നു. ഇത് രണ്ടുമാണ് നമുക്ക് കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നോക്കാനുള്ളത്. ഈ ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളും ഉണ്ട്. റിവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് കളയുന്നതിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. സോ നോർമലി ഫസ്റ്റ് വൺ ഇസ് ബൈ നോട്ടീസ്. റിവോക്കേഷൻ നോട്ടീസ് കൊടുക്കും. അതായത് ഗ്യാരണ്ടർ ഷ്യൂരിറ്റി പ്രിൻസിപ്പൽ ഡെപ്റ്ററിനും അതേപോലെ ക്രെഡിറ്ററിനും നോട്ടീസ് കൊടുക്കുകയാണ്. ഇനി ഇയാൾക്ക് ഷ്യൂരിറ്റി ഗ്യാരണ്ടി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇയാളുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ബന്ധവും വിച്ഛേദിച്ചു വാട്ട് എവർ ഇറ്റ് ഇസ്, യു ഗിവ് എ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ടു ദ ക്രെഡിറ്റർ. അപ്പോൾ അത് വൺ മെത്തേഡ് ഫോർ റിവോക്കിംഗ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. അത് സ്പെസിഫിക്കലി കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിന്റെ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അത് ഒരു ഇൻസ്റ്റൻസിനല്ല, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസിന്. രണ്ട്, ഷോർട്ടി മരിച്ചു കഴിഞ്ഞാൽ ഡെത്ത് ഓഫ് ഷോർട്ടിന്റെ സമയത്തും നമുക്ക് ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ഇരുന്നാലും ചിലപ്പം ഇതുവരെ എക്വയർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റി ഷോർട്ടിയുടെ അസറ്റിൽ നിന്ന്, അതായത് ഷോർട്ടിയുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അത് റിക്കവറബിൾ ആണ്. അതായത് ഡെത്ത് ഇപ്പൊ ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷെ ഇന്ന് വരെ ഉണ്ടായ എന്തെങ്കിലും ഡിഫോൾട്ടിന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ലയബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതാണ് ഡെത്ത് ഓഫ് ഷോർട്ടി വഴി നമ്മൾ റിവോക്കേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് നമ്മൾ ഷോർട്ടിയുടെ ബൈ മോഡ് ഓഫ് ഡിസ്ചാർജിങ്, ഷോർട്ടിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി നിൽക്കാൻ പറ്റും. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ നൊവേഷൻ ആണ്. നൊവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി ഉള്ള കോൺട്രാക്ട് നമ്മൾ വേണ്ട, ഇനി വലിയ ഈ കോൺട്രാക്ട് വേണ്ട, നമുക്ക് പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പം നൊവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് പഴയ കോൺട്രാക്ട് മാറ്റി ഞാൻ പുതിയ കോൺട്രാക്ട് വന്നു കഴിഞ്ഞു, ഷുവർട്ടിക്ക് ഒരു ലയബിലിറ്റിയും ഇല്ല പുതിയ കോൺട്രാക്റ്റിലേക്ക് ഞാൻ പോകണം എന്ന്. ഇറ്റ് ഇസ് അപ്പോൺ മീ വെദർ ഐ ഹാവ് ടു എൻ്റർ ഇൻ ടു ദാറ്റ് കോൺട്രാക്ട്, വെദർ ഐ ഷുഡ് എഗ്രി ടു ബി എ ഷോർട്ട് ഇൻ ദാറ്റ് കോൺട്രാക്ട് എന്നുള്ളത് എൻ്റെ താല്പര്യമാണ്. ഞാൻ നൊവേഷൻ വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന കോൺട്രാക്ട് നിന്ന് പിന്നെ വീണ്ടും അടുത്ത കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് ഞാൻ വേണമെങ്കിൽ വീണ്ടും എനിക്ക് സൈൻ ചെയ്യാം വേണമെങ്കിൽ, ഇല്ലെങ്കിൽ there is no automatic transfer എന്നാണ് ഉദ്ദേശിച്ചത്. രണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാക്ട് പുതിയ കോൺട്രാക്ട് ഒന്നും വന്നിട്ടില്ല, പക്ഷെ കോൺട്രാക്ടിന്റെ ടേംസ് ഓൾട്ടർ ചെയ്തു വിത്തൗട്ട് ഡിസ്കഷൻ വിത്ത് ഷോർട്ടിന് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഷോർട്ടി അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഷോർട്ടി എഗ്രി ചെയ്തിട്ടില്ല ഈ വേരിയേഷന് വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോഴും ഷോർട്ടിയുടെ ഈ ഗ്യാരണ്ടി, ഷോർട്ടിയുടെ റെസ്പോൺസിബിലിറ്റീസ് വൈൻഡ് അപ്പ് ആവും. അയാൾക്ക് അവൻ പറയും ഞാൻ ഈ കോൺട്രാക്റ്റിൽ ഞാൻ പാർട്ടിയല്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഇനി അതല്ല, പ്രിൻസിപ്പൽ ഡെപ്റ്റർ പൈസ കൊടുത്ത് അയാൾ ഡിസ്ചാർജ് ചെയ്ത്, പൈസ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനറിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്ത്, അങ്ങനെ വരുമ്പോഴും ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ആവും. ഇനി അതല്ല, ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട് വേണമെങ്കിൽ ഷോർട്ടിനെ ആ എഗ്രിമെന്റിൽ നിന്ന് ഒഴിവാക്കാം. ഇനി അതല്ല, ക്രെഡിറ്റർ എന്തെങ്കിലും ആക്ട് ചെയ്തുകൊണ്ട് ഷോർട്ടിയുടെ റെമഡീസ് എക്സോസ്റ്റ് ചെയ്ത്, കാരണം എപ്പോഴും റിമെമ്പർ, ഷോർട്ടിക്ക് എപ്പോഴും ഈ പറയുന്ന സെക്യൂരിറ്റി ആയിട്ട് പോകുന്ന സാധനങ്ങളുടെ മുകളിലും റൈറ്റ്സ് ഉണ്ട്. അപ്പം ക്രെഡിറ്ററിന്റെ ഏതെങ്കിലും ആക്ട് കാരണം ഈ ഒരു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞാൽ വേണമെങ്കിൽ ഷോർട്ടിക്ക് പറയാം, ഇല്ല ഇനി മുതൽ ഞാൻ സെക്യൂരിറ്റി നിൽക്കില്ല, അത് നിങ്ങൾ ആരാരും നോക്കിക്കോ എന്നും പറയാം. അപ്പൊ ഇത്രയും സർക്കംസ്റ്റൻസിലാണ് ഷോർട്ടിയുടെ, അതായത് ഗ്യാരണ്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസ് സീസ് ആവുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷനിൽ മാത്രമാണ്. ഇതിപ്പം സ്പെസിഫിക് ഗ്യാരണ്ടറിനാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞ അയാളുടെ റെസ്പോൺസിബിലിറ്റി സീസായി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയാണ്. കാരണം കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിൽ ഒരു ട്രാൻസാക്ഷൻ അല്ല, മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ടൈം ആണല്ലേ. അവിടെ നിർത്താൻ ഉള്ള വഴികളാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നോട്ടീസ് വഴി, അല്ലെങ്കിൽ ഡെത്ത് വഴി, അല്ലെങ്കിൽ ഡിസ്ചാർജ് വഴിയോ ആണ്
അത്തരം കണ്ടിന്യൂയിങ് ഗ്യാരണ്ടികൾ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത് റിവോക്ക് ചെയ്യാൻ സാധിക്കുക. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഷോർട്ടിന്റെ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഷോർട്ടിന്റെ റൈറ്റ്സ് നമ്മൾ 3 ഡിഫറെന്റ് ആംഗിളിലാണ് സംസാരിക്കുന്നത്. ഒന്ന് റൈറ്റ്സ് ഓഫ് ഷുവർട്ടി അഗെയിൻസ്റ്റ് എ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, അഗെയിൻസ്റ്റ് എ ക്രെഡിറ്റർ ആൻഡ് അഗെയിൻസ്റ്റ് സംബഡി കോൾഡ് ആസ് എ കോ ഷുവർട്ടി. അപ്പം ഈ ഷുവർട്ടിയുടെ റൈറ്റ്സ് ഒന്ന് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് അഗെയിൻസ്റ്റ് ഉള്ള റൈറ്റ്, അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഗ്യാരണ്ടി നിന്നത് അയാൾക്കെതിരെ എനിക്ക് എന്ത് റൈറ്റ്സാണ് ഉള്ളത് എന്നുള്ള 2 കാര്യങ്ങളാണ് അയാൾക്ക് എതിരെ ഉള്ളത്. ഒന്ന് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. Subrogation is a process where subrogation is termed as stepping into the shoes of the creditor എന്നാണ് അതിന്റെ വാക്കിന് അർത്ഥം. എന്ന് വെച്ചാൽ ഞാൻ നീ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഷോർട്ടി നിന്ന ആള് പൈസ കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ടി ക്രെഡിറ്റർ ആ സീനിന്ന് പോയി. അപ്പൊ ഷുവർട്ടി ക്രെഡിറ്റ് ആയി മാറും. കാരണം പൈസ കൊടുത്ത് ഞാനാണല്ലോ. അപ്പൊ എനിക്ക് ഈ പൈസ ഇയാൾ തിരിച്ചു തരണം, ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ തിരിച്ചു തരണം. അപ്പൊ പ്രിൻസിപ്പൽ ഡെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയി മാറി ക്രെഡിറ്റർ. സോ ആ പ്രോസസ്സിന് സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് ദ ക്രെഡിറ്റർ എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്രോഗേഷൻ എന്ന് പറയുക. അപ്പം ഈ ഷോർട്ടിയുടെ റൈറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ആസ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ സബ്രോഗേഷൻ റൈറ്റ് ഉണ്ട്. അതായത് ഇൻ കേസ് ഞാൻ പേ ചെയ്ത് കഴിഞ്ഞാൽ പേ ചെയ്ത പൈസ എനിക്ക് ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് ത്രൂ എ പ്രോസസ് ഓഫ് സബ്രോഗേഷൻ. 2, there is also a right of indemnity between the surety and the principal debtor. എന്ന് വെച്ചാൽ ഞാൻ നാളെ പൈസ കൊടുത്തു, എനിക്ക് ലോസ് സംഭവിച്ചു, അതായത് ക്രെഡിറ്റ് ഷുവർട്ടി ആയിട്ടുള്ള ഞാൻ പൈസ കൊടുത്തു, നിങ്ങൾ ഡിഫോൾട്ട് കാരണം ഞാൻ പൈസ കൊടുത്തു, എനിക്ക് വന്ന എല്ലാ കാശിന് നഷ്ടങ്ങളും നിങ്ങൾ തിരിച്ചു തരണം. you will indemnify against the loss incurred as part of the ഗ്യാരണ്ടി എന്ന് പറയുന്നതാണ് ഇൻഡെംനിറ്റി. അപ്പൊ ഇത് രണ്ടുമാണ് കാശ് വാങ്ങിച്ച ആൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എതിരെ ഉള്ളത്. അതേപോലെ തന്നെ ഈ ക്രെഡിറ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു സെക്യൂരിറ്റീസ് എന്നാണ്. ഇൻ കേസ് ഒന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നമ്മൾ ഈ കടം വെക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിലും പേഴ്സണൽ ഗ്യാരണ്ടീസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് വെക്കും. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസിന്റെ മുകളിൽ ഒരു ക്ലെയിം ഈ ഷോർട്ടിക്ക് ഉണ്ട്. ക്രെഡിറ്ററിന്റെ പോലെ തന്നെ ഒരു ക്ലെയിം ഉണ്ട്. അപ്പം ക്രെഡിറ്ററിന് മൊത്തം ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റില്ല. ക്രെഡിറ്ററിന് എടുക്കുവാണെങ്കിൽ ഈതർ ക്രെഡിറ്ററിന് മൊത്തം എടുത്തിട്ട് കാശ് മൊത്തം ഒഴിവാക്കി കൊടുക്കാന്ന് പറയാം. അല്ലാണ്ട് ഇത് നശിപ്പിച്ചിട്ട് നീ എനിക്ക് കാശും വേണം, നീ ഇത് റിക്കവർ ചെയ്യാൻ വേറെ നീ ചെയ്യ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ സെക്യൂരിറ്റീസിന്റെ മുകളിൽ ഈ നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എതിരെ വെച്ച എന്ത് സെക്യൂരിറ്റി ആണെങ്കിലും ആ സെക്യൂരിറ്റിന്റെ മുകളിൽ റൈറ്റും ഈ പറയുന്ന ഷോർട്ടിക്ക് ഉണ്ട്. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ഈ ക്രെഡിറ്ററിനെതിരെ എന്തെങ്കിലും ക്ലെയിം, സെറ്റ് ഓഫിന്റെ ക്ലെയിമോ കൗണ്ടർ ക്ലെയിംസോ ഉണ്ടെങ്കിൽ ആ ക്ലെയിമും ഈ ക്രെഡിറ്ററിന് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ കടം കൊടുത്തിട്ട് ഞാൻ ഷോർട്ടിൽ നിന്നു, എ ബിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു, ഞാൻ അതിന് ഷോർട്ടിൽ നിന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്വിയസ്ലി എ പൈസ തിരിച്ചു കടം കൊടുക്കാത്തതുകൊണ്ട് ബി എന്താക്കി എന്നെ സ്യൂ ചെയ്തു, ഞാൻ ഷോർട്ടി ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ബിനോട് പറയാം, ശരി ഞാൻ കാശ് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, സംഭവം എ നിനക്ക് 10 ലക്ഷം തരാനുണ്ടെങ്കിലും നീ എക്ക് ഒരു 6 ലക്ഷം കൊടുക്കാനുണ്ടല്ലോ, അതൊരു കൗണ്ടർ ക്ലെയിം അല്ലേ. അപ്പൊ ഞാൻ ആ കൗണ്ടർ ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് ബാക്കി 4 ലക്ഷം ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് റിക്കവർ ചെയ്യുന്ന സമയത്തും ഞാൻ ഈ 4 ലക്ഷമാണ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ അടുത്തുനിന്ന് വാങ്ങുന്നത്. അപ്പം ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എന്ത് കൗണ്ടർ ക്ലെയിമോ എന്ത് ക്ലെയിമോ ഉണ്ടെങ്കിൽ ആ ക്ലെയിമും സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ക്ലെയിമും റേസ് ചെയ്യാനുള്ള റൈറ്റ് ഈ ഷോർട്ടിക്ക് ക്രെഡിറ്ററിന് എഗെയിൻസ്റ്റ് ഉണ്ട്. അപ്പം പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് സബ്രോഗേഷനും ഇൻഡെംനിറ്റിയും, ക്രെഡിറ്ററിന് എഗെയിൻസ്റ്റ് സെക്യൂരിറ്റിയും കൗണ്ടർ ക്ലെയിമും. ഇതല്ലാണ്ട് കോ ഷോർട്ടീസും ഉണ്ട്. കോ ഷോർട്ടീസ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി നിൽക്കുമ്പോൾ ഒന്നിലധികം ആളുകൾ ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോ ഷോർട്ടീസ് എന്ന്. അപ്പം സാധാരണ അൺലെസ് ദർ ഇസ് എ കോൺട്രാക്ട് ടു ദ കോൺട്രറി,
എല്ലാ കോ ഷുവർട്ടീസിനും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഞാൻ 4 പേരാണ് ഈ ഒരു ലോണിന് ഗ്യാരണ്ടി നിന്നതെങ്കിൽ 4 പേർക്കും ഈക്വൽ ഡിവിഷൻ ആണ് ഉള്ളത്. അതാണ് 146 പറഞ്ഞത്. അത് ബട്ട് ദെൻ യു ക്യാൻ ഹാവ് എ കോൺട്രാക്ട് ടു ദി കോൺട്രറി സെയിങ് ദാറ്റ് സംഭവം ശരി, ഞാൻ നമ്മളെല്ലാവർക്കും ഈക്വൽ നിൽക്കാം, പക്ഷെ നമുക്ക് മാക്സിമം ഇത്ര ഈക്വൽ നിൽക്കാതെ പകരം 10 ലക്ഷത്തിന് ഞാൻ ഇപ്പം 10 ലക്ഷത്തിന്റെ ഒരു ലോൺ ആണെങ്കിൽ ഒരു 4 ലക്ഷം ഞാൻ, 6 ലക്ഷം മറ്റൊരാള്, അല്ലെങ്കിൽ 2 ലക്ഷം വേറൊരാൾ, 3 ലക്ഷം വേറെ ആൾ, അങ്ങനെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. അങ്ങനെയാണ് വരുന്നതെങ്കിൽ കോ ഷുവർട്ടീസിന് അഗെയിൻസ്റ്റ് ഈക്വലി കോൺട്രിബ്യൂഷൻ ചോദിക്കാൻ പറ്റില്ല. അവർക്ക് എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കാശ് കൊടുത്തില്ല, 4 ഷുവർട്ടീസ് ഉണ്ട്, ഈ പറയുന്ന ക്രെഡിറ്ററിന് 4 പേരിൽ ആരിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും സ്യൂ ചെയ്യാം. അതിൽ അഗെയിൻ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമില്ല ഞാൻ 4 പേരുണ്ടല്ലോ നീ ബാക്കി 3 പേരെയും കൂടെ സ്യൂ ചെയ്യേ എന്നിട്ട് എന്നെ സ്യൂ, അങ്ങനെയൊന്നുമില്ല. ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി ആണ് ഇത് ഗ്യാരണ്ടിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നതാണ് എനിക്ക് കൂടുതൽ കാശ് കിട്ടാൻ സാധ്യത ഞാൻ എനെ സ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ എനെ സ്യൂ ചെയ്യും. എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ബാക്കിയുള്ള അടുത്ത് കാശ് വാങ്ങാന്നോ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ അടുത്ത് കാശ് വാങ്ങാന്നുള്ളതൊക്കെ എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇൻ എ നോർമൽ ഇൻസ്റ്റൻസ്. ബട്ട് അൺലെസ് ദർ ഇസ് എ ക്ലെയിം ടു ദ കോൺട്രറി, ഒരു ടേമിൽ തന്നെ അതിന് കോൺട്രറി എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്ര രൂപ ഞാൻ തരാൻ പറ്റില്ല, 10 ലക്ഷത്തിന് ഇതാണെങ്കിൽ 2 ലക്ഷത്തിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കാം. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം എനിക്ക് എന്നോട് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളത് ബാക്കിയുള്ളവരോട് ക്ലെയിം ചെയ്യാം എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇൻ കേസ് ഞാൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടെ ഞാൻ ഫുൾ പൈസ കൊടുത്തു, എനിക്ക് വേണമെങ്കിൽ ബാക്കി പൈസ ബാക്കിയുള്ള ആളുകളുടെ കോ ഷുവർട്ടീസിന്റെ അടുത്തും കൂടെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആസ് എ കോ ഷുവർട്ടി ബാക്കിയുള്ള കോ ഷുവർട്ടീസിന്റെ ഇടയിൽ എനിക്കുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസ് ഷെയർ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അപ്പം ഇത് നമ്മൾ പറയുന്നത് കോ ഷുവർട്ടീസിനെതിരെ, അതായത് നമ്മൾ 10 പേര് അല്ലെങ്കിൽ 4 പേര് ഒരു ലോണിന് ഗ്യാരണ്ടി നിൽക്കുമ്പോൾ 4 പേർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ക്ലെയിം ആണെങ്കിലും സെക്യൂരിറ്റി ഷെയറിംഗ് ആണെങ്കിലും ഒക്കെ അത് പരസ്പരം ഉള്ള കാര്യങ്ങളുള്ളത്. അതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്ലി വേണമെങ്കിൽ ക്രെഡിറ്ററിന് പറയാം ശരി 4 പേരുണ്ടല്ലോ, എനിക്ക് 4 പേര് വേണ്ട 3 പേരെ മതി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കോ ഷുവർട്ടീനെ എടുത്തു കളയാം. മേ ബി അവരെ ഡിസ്ചാർജ് ചെയ്യാം, അവരുടെ റൈറ്റ്സ് വെച്ച് ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷുവർട്ടീസിന് അവരുടെ റൈറ്റ്സ് അങ്ങനെ തന്നെ വെസ്റ്റ് ചെയ്യുകയും അൺലെസ് ദർ ഇസ് എ കോൺട്രാക്ട് ടു കോൺട്രറി ബാക്കിയുള്ള എല്ലാ ഷുവർട്ടീസിനും ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ 4 പേര് വേണ്ട, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ ഒഴിവാക്കി തരാം, ബാക്കിയുള്ളവർ കുടുങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം. ദാറ്റ് ഇസ് ഓൾസോ വാലിഡ് അണ്ടർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പൊ ഇത്രയാണ് റൈറ്റ്സ് ഓഫ് ഷുവർട്ടീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇതല്ലാണ്ട് ഒരു മേജർ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഷുവർട്ടിയുടെ ലയബിലിറ്റിയുടെ എക്സ്റ്റെൻഡ് എത്രത്തോളം ഷുവർട്ടിക്ക് ലയബിലിറ്റി എടുക്കാമെന്ന്. സെക്ഷൻ 128 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റിയുടെ എക്സ്റ്റെൻഡ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ലയബിലിറ്റിയുമായിട്ട് കോ എക്സ്റ്റെൻസീവ് ആണ് ഈ ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് വെച്ചാൽ എപ്പോഴാണോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലയബിൾ ആവുന്നത് അപ്പം തന്നെ ഷുവർട്ടിയും ലയബിൾ ആകും. അത് എങ്ങനെ ഇൻ ടേംസ് ഓഫ് ഇൻ സെൻസ് ദാറ്റ് എത്ര രൂപയ്ക്കാണോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലയബിൾ അത്രയും രൂപയ്ക്ക് ഈ ഷുവർട്ടി ലയബിൾ, എപ്പം കൊടുക്കാനാണോ ലയബിൾ അതേപോലെ തന്നെ ഷുവർട്ടിയും ആ സമയത്ത് കൊടുക്കാൻ ലയബിൾ. പക്ഷെ ഷുവർട്ടി ലയബിലിറ്റി വരണമെങ്കിൽ ആദ്യം പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് ചെയ്തിരിക്കണം. അയാൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കാശ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഷുവർട്ടിക്ക് ലയബിലിറ്റി വരില്ല. ഷുവർട്ടിയുടെ ലയബിലിറ്റി എക്സ്റ്റൻഷൻ വരുന്നത് എപ്പോഴും പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫോൾട്ട് ചെയ്യുന്ന സമയത്ത് ആണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇൻ കേസ് ഡെപ്റ്ററിന്റെ ലയബിലിറ്റി എൻഡ് ചെയ്ത്, അതായത് അയാൾ കാശ് കൊടുത്ത് ലോൺ അടച്ച് തീർത്ത്
അങ്ങനെ ആണെങ്കിൽ ഷുവർട്ടിയുടെ ലയബിലിറ്റിയും തീർന്നു. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഷുവർട്ടിയുടെ ലയബിലിറ്റി ഇസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയാൻ കാരണം. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എത്രത്തോളം ലയബിൾ ആണോ അത്രയും തന്നെ ഷുവർട്ടി ലയബിൾ ആണ്. എപ്പോഴാണോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലയബിലിറ്റി തീരുന്നത് അതേപോലെ തന്നെ ഷുവർട്ടിയുടെ ലയബിലിറ്റീസും തീരും. അതേപോലെ തന്നെ ഈ ക്രെഡിറ്ററിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഷുവർട്ടീന്റെ മുകളിൽ സ്പെസിഫിക് ആയിട്ട് സ്യൂ ചെയ്യാം, അൺലെസ് ദെയർ ഇസ് എഗ്രിമെന്റ് ടു ദി കോൺട്രറി. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുമ്പോൾ നോക്കുമ്പോൾ 4 പേരുണ്ട്, പക്ഷെ ബാക്കിയുള്ള 3 പേർക്കും കുറച്ച് കാശിന് പ്രശ്നമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരുത്തന് നല്ല കാശുണ്ട്, നല്ല വേറെ പ്രശ്നമൊന്നുമില്ല, മേ ബി സർക്കാർ ജീവനക്കാരനാണ്, അവനക്ക് ഞാൻ സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ശമ്പളത്തിന് എനിക്ക് പിടിക്കാൻ പറ്റും, ഞാൻ എന്താക്കി അവനെ മാത്രം സ്യൂ ചെയ്തു. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ അണ്ടർ ദി ലയബിലിറ്റി. നമ്മൾ പറയാൻ പറ്റില്ല നീ ഇതിന് എന്നെ മാത്രം സ്യൂ ചെയ്യുന്നത്, ബാക്കി 3-4 പേരുണ്ടല്ലോ അവിടെ എന്ന് പറയാൻ പറ്റില്ല. വെൻ അൺലെസ് ദർ ഇസ് എ കോൺട്രാക്ട് ടു ദ കോൺട്രി, നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം, നമ്മുടെ ലയബിലിറ്റി വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം വിത്ത് എ പ്രോപ്പർ എഗ്രിമെന്റ്. അതില്ലാത്തടത്തോളം കാലം ഞാൻ ഫുൾ കാശിന് ജോയിന്റ്ലി സെവറബിളി ലയബിൾ ആയിരിക്കാം, ഫുൾ കാശിന്. അതേപോലെ തന്നെ ഈ പറയുന്ന ഷുവർട്ടിയുടെ ലയബിലിറ്റി വേണമെങ്കിൽ കണ്ടീഷണൽ ആവാം. ഷുവർട്ടിക്ക് വേണമെങ്കിൽ പറയാം ഇന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഗ്യാരണ്ടി നിൽക്കുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അഗെയിൻ ഇതൊക്കെ ആ സാധനം ഈ ടേംസും കണ്ടീഷൻസും എല്ലാം വരുന്നത് ഇനീഷ്യലി നമ്മൾ എഗ്രിമെന്റിൽ ഇറങ്ങുന്ന സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങൾ ഷുവർട്ടിയുടെ ലയബിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഗ്യാരണ്ടി നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഷുവർട്ടി നോർമലി നമ്മൾ സ്ഥിരം ചോദിച്ചു വരുന്ന കാര്യങ്ങൾ, ഷുവർട്ടിയുടെ ലയബിലിറ്റി, ഷുവർട്ടിയുടെ എക്സ്റ്റൻസ്, ഷുവർട്ടിയുടെ റൈറ്റ്സ് ഒക്കെ നമ്മൾ എക്സാമിനേഷൻ പോയിന്റിൽ ഭയങ്കര നിർബന്ധമായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതല്ലാണ്ട് നമ്മളൊരു ക്വിക്ക് ഓവർവ്യൂ നടത്തുവാണെങ്കിൽ ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ്, വാട്ട് ഈസ് ബേസിക്കലി ഹാപ്പനിങ് ഹിയർ ഇസ് ദാറ്റ് എന്താണ് ഇൻഡെംനിറ്റി എന്താണ് ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെംനിറ്റിയും ഒരു ഗ്യാരണ്ടിയും കോൺട്രാക്ട് തന്നെയാണുള്ളത്. പക്ഷെ ഇൻഡെംനിറ്റി 2 പാർട്ടീസ് പരസ്പരം എൻ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. നിനക്ക് എന്തെങ്കിലും ലോസ് വന്നാൽ ഞാൻ നിരത്തിക്കോളാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഓൺ ദ കോൺട്രറി ഗ്യാരണ്ടി ഒരു 3 പാർട്ടീസ് ഉള്ള ഒരു എഗ്രിമെന്റ് ആണ് പറയുന്നത്. അവൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം എന്നാണ് അതിന്റെ. So there is an idea that somebody else is obliged to do this activity, but in absence of such obligation, such misfortune, then I'll substitute എന്നാണ് ഗ്യാരണ്ടിയുടെ പ്രൈമറി എയിം വരുന്നത്. ഇവിടെ ഇൻഡെംനിറ്റിയിൽ ഒരൊറ്റ എഗ്രിമെന്റേ ഉള്ളൂ, ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും തമ്മിലുള്ള എഗ്രിമെന്റേ ഉള്ളൂ. ഓൺ ദ കോൺട്രി ഗ്യാരണ്ടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 എഗ്രിമെന്റ് ഉണ്ടായി. ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും ഷോർട്ടിയും പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഒക്കെ തമ്മിൽ 3 തരത്തിലുള്ള എഗ്രിമെന്റ് ആണുള്ളത്. ഇവിടെ പർപ്പസ് വ്യത്യാസമുണ്ട്. ഇൻഡെംനിറ്റിയിൽ എന്തെങ്കിലും ലോസിന് കോമ്പൻസേറ്റ് ചെയ്യാന്നാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും പേർപ്പസിന് സെക്യൂരിറ്റി ആയിട്ട് ആണ് നമ്മൾ ഗ്യാരണ്ടി പറയുന്നത്. ഇതേപോലെ ഇൻഡെംനിഫയറും ഇൻഡെംനിറ്റി ഹോൾഡറും തമ്മിൽ ഒരൊറ്റ കോൺട്രാക്റ്റേ ഉള്ളൂ, അത് പ്രൈമറി കോൺട്രാക്ട് ആയിരിക്കും. ഇവിടെ പ്രൈമറി കോൺട്രാക്ട് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലാണ്. ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള പ്രൈമറി കോൺട്രാക്റ്റിൽ ഡിഫോൾട്ട് വന്നാൽ മാത്രമേ ഈ സെക്കൻഡറി കോൺട്രാക്ട് ആയിട്ടുള്ള ഷോർട്ടീനെ സ്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഈ കണ്ടിജൻസീസ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇപ്പം ബേസിക് ഡിഫറൻസ് ഓർത്ത് വെക്കാം. ഇൻഡെംനിറ്റി 2 പാർട്ടീസ് ആണ്, ഗ്യാരണ്ടി വരുന്നത് ട്രൈ പാർട്ടിയാണ്. അതിന്റെ നേച്ചർ ഓഫ് എഗ്രിമെന്റ് വ്യത്യാസമുണ്ട്. ഒന്ന് ലോസും മറ്റേത് സെക്യൂരിറ്റി പർപ്പസും ആണ് ഉള്ളത്. അപ്പൊ ഇത്രയാണ് മേജർ ആയിട്ടുള്ള 2 സ്പെഷ്യൽ കോൺട്രാക്ട്സ്. ഒന്ന് ഇൻഡെംനിറ്റി, മറ്റേത് ഗ്യാരണ്ടി. നമുക്ക് മൂന്നാമത്തെ സ്പെഷ്യൽ കോൺട്രാക്റ്റിലേക്ക് പോവാം. ഇനിയിപ്പോ നമുക്കുള്ളത് ബെയിൽമെന്റും പ്ലെഡ്ജും ഏജൻസിയും ആണ്. അപ്പം ഓക്കെ, നമുക്ക് ബെയിൽമെന്റിലേക്ക് നിൽക്കാം. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. Okay, we'll have a 5 minutes break.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ബിഫോർ ഐ സ്റ്റാർട്ട്. പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ല, ബിക്കോസ് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി റെസ്പോൺസ് ഫ്രം എനി ഓഫ് യു. ഐ ഹോപ്പ് ഐ എം ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. നിങ്ങളൊക്കെ ഉണ്ട് ഇവിടെ? Yes, miss. ഓക്കെ ഷോൺ, താങ്ക് യു. ഓക്കെ, ബാക്കിയുള്ളവരുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ദാറ്റ്സ് എ പ്രോബ്ലം വിത്ത് ഓൺലൈൻ ക്ലാസ്സസ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിവേ, നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡിസ്കഷൻസിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വെയിൽമെന്റ്, പ്ലഡ്ജ്, അതേപോലെ തന്നെ ഏജൻസി. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോബബ്ലി വിൽ ഹാവ് ടു വൈൻഡ് അപ്പ് ബിക്കോസ് ടൈം ഇസ് obviously an issue in that sense. Okay, so അപ്പം നേരത്തെ നേരത്തെ സംസാരിച്ചത് ഇൻഡെംനിറ്റിയും ഗ്യാരണ്ടിയുമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ സ്പെഷ്യൽ കോൺട്രാക്റ്റിൽ നിൽക്കുന്ന ഒരു ഐഡിയ ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ബെയിൽമെന്റ്. ചാപ്റ്റർ 9 സെക്ഷൻ 148 to 181 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് നമ്മൾ ബെയിൽമെന്റ് പറയുന്നത്. ബെയിൽമെന്റ് നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്ന സ്പെഷ്യൽ കോൺട്രാക്ടിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ദ ഐഡിയ ഇസ് ദാറ്റ് basically bailment is when you deliver a good from A to B. ഞാൻ എൻ്റെ ഒരു ഗുഡ്സ് ഏതെങ്കിലും ഞാൻ ബിക്ക് കൊടുക്കുന്നു. എന്തിനായിരിക്കും? ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഓൺ ദ എഗ്രിമെന്റ് ദാറ്റ് പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർട്ടി തിരിച്ചു തരാം, അല്ലെങ്കിൽ അത് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഡിസ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ബെയിൽമെന്റ് പറയുന്നത്. പേർപ്പസ്ഫുള്ളി നടക്കുന്ന, ഇത്ര ബേസിക് ആയിട്ട് നടക്കുന്നത്, ഞാൻ എൻ്റെ ഗുഡാണ്, ഞാൻ അത് ഒരാൾക്ക് ഡെലിവറി ചെയ്യുന്നു. എന്ത് ഡെലിവറി ചെയ്യണം? പൊസഷൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് പറയും? നീ ഈ കാര്യത്തിന് വേണ്ടി, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിന്റെ ആവശ്യം കഴിഞ്ഞ്, അല്ലെങ്കിൽ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തിരിച്ചു തരാൻ ഞാൻ പറയുന്ന പോലെ അത് ചെയ്യാം എന്ന് പറയുന്ന എഗ്രിമെന്റിനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ബെയിൽമെന്റ് നമ്മൾ റെന്റ് കാറൊക്കെ ചെയ്യില്ല, റെന്റ് ബൈക്കൊക്കെ നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെയ്യില്ലേ, അതൊരു ബെയിൽമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ ഈ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നത്. എന്നിട്ട് പർപ്പസ്ഫുള്ളി അത് പർപ്പസ് കഴിഞ്ഞ പൈസ നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കും, കാശും കൊടുക്കും. അപ്പൊ അതിനെയാണ് ആ ഒരു ഐഡിയ നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ടൈലറിന്റെ അടുത്ത് ക്ലോത്ത്സ് കൊടുക്കുന്നത് ബെയിൽമെന്റ് ആണ്. ഞാൻ എൻ്റെ റോ മെറ്റീരിയൽ എടുത്ത്, എൻ്റെ ക്ലോത്ത് എടുത്തിട്ട് എൻ്റെ ടൈലറിന് കൊടുക്കുന്നു. ടൈലർ അത് തച്ച് തരുന്നു. തച്ച് കഴിയുമ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ എൻ്റെ പർപ്പസ് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തരണം. ഒബ്വിയസ്ലി ദർ ഇസ് എൻ എഗ്രിമെന്റ് സെയിങ് ദാറ്റ് അതിന് എന്തൊക്കെയും റെമ്യൂണറേഷൻ എന്താ വേണമെന്ന് വെച്ചാൽ റെമ്യൂണറേഷൻ കൊടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പം അങ്ങനെ നടത്തുന്ന ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് എഗ്രിമെന്റിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അതിൽ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അതിന് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് അത് കൊടുക്കണം എന്നുള്ള അണ്ടർലൈയിങ് എലമെന്റ് ആണ് ബെയിൽമെന്റ് ഉണ്ടാവുന്നത്. ഈ ബെയിൽമെന്റിൽ രണ്ടാളുകളാണ് ബേസിക്കലി ബെയിൽമെന്റ് ഉണ്ടാവുന്നത്. ഇതൊരു ബൈപാർട്ടീറ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ബെയിലറും ഉണ്ട്, ബെയിലിയും ഉണ്ട്. ആരാണോ ഗുഡ്സ് ഡെലിവർ ചെയ്തത് അയാൾ നമ്മൾ ബെയിലർ എന്ന് വിളിക്കും. ആരാണോ ഗുഡ്സ് വാങ്ങിച്ചു വെച്ച ഡെലിവറി എടുത്തത് അയാളെ നമ്മൾ ബെയിലി എന്ന് വിളിക്കും. ഇപ്പൊ നമ്മളിപ്പം ഈ പറയുന്ന ടൈലറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ബെയിലറും എൻ്റെ ടൈലർ ബെയിലിയുമാണ്. അപ്പം ഈ രണ്ട് പാർട്ടിയും തമ്മിലുള്ള എഗ്രിമെന്റിലാണ് അവർ തമ്മിലുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള എഗ്രിമെന്റിന്റെ ബേസിലാണ് ബെയിൽമെന്റ് ഉണ്ടാവുന്നത്. ഇപ്പൊ നോർമലി ഈ ഒരു ബെയിൽമെന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. ആ എഗ്രിമെന്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബെയിൽമെന്റ് നടക്കുന്നത്. അപ്പം ഈ എഗ്രിമെന്റ് ഉണ്ടാവുന്ന പറയുന്ന സമയത്ത് സംടൈംസ് you can have bailment without an express agreement. അതിനെ നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയും. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ് ആക്ട് ആസ് എ ബെയിലർ ഓഫ് ദി ആക്ട് ആസ് എ ബെയിലി ഓഫ് ദി ഗുഡ്സ്. അപ്പൊ നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അയാൾ ഇത് സേഫ് കീപ്പിംഗിൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കുക ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഓണർ വന്നാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ അതിനെ സേഫ് കീപ്പാ ചെയ്യുന്നത്. അപ്പം എന്റെ പർപ്പസ് എന്താ?
ഒരാൾ എനിക്കിത് മേ ബി നമ്മൾ ഓൾറെഡി എഗ്രിമെന്റിന് പുറത്തല്ലാണ്ടാണ് നമ്മളിത് ഡെലിവർ ചെയ്യുന്നത്. പക്ഷെ എന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അത് സെക്യൂരിറ്റി പർപ്പസിന് ഞാൻ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില ബെയിൽമെന്റ് എഗ്രിമെന്റ് ഇല്ലാണ്ടും വരും. അതിന് നമ്മൾ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സിന് അത്തരത്തിൽ എഗ്രിമെന്റ് ഇല്ലാണ്ട് വരുന്ന ബെയിൽമെന്റ് ആണ്. അല്ലാത്ത ജനറൽ കേസസിൽ എല്ലാ ബെയിൽമെന്റും ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഒരു ബെയിൽമെന്റ് എഗ്രിമെന്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഡെലിവറി ഓഫ് പൊസഷൻ ഉണ്ടാവണം. ഡെലിവറി ഓഫ് പൊസഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ദർ ആർ 3 തിങ്സ് ഹിയർ. ഒന്ന് ഡെലിവറി ഓഫ് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് പൊസഷൻ? സെക്കൻഡ് സെമസ്റ്റർ അല്ലേ നിങ്ങൾ? അപ്പം ഓണർഷിപ്പും പൊസഷനും തമ്മിലുള്ള വ്യത്യാസം കേട്ടിട്ടുണ്ടോ? അല്ലെ എവിടെയും അറിഞ്ഞതുപോലെയെങ്കിലും ഉണ്ടോ? നോർമലി പൊസഷൻ ഇസ് ദി ജനറൽ കൺട്രോൾ ഓവർ physical control over something, and ownership is the mental element attached with the will to possess എന്ന് പറയുന്ന സാധനമാണ് ഓണർഷിപ്പ് വരുന്നത്. അപ്പൊ ആക്ച്വലി ജൂറിസ്പ്രുഡൻഷ്യലി അതിന് ഡിഫറൻസസ് ഉണ്ട്, അതിന്റെ കോമ്പണൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ബെയിൽമെന്റിന്റെ സമയത്ത് പൊസഷൻ ആണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. അതിന്റെ ഓണർ അപ്പോഴും ഞാനാണ്. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ പൊസഷൻ ഞാൻ വേറെ ആൾക്ക് കൊടുക്കുന്നു. എന്തിന്? ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫറിങ് ഇല്ല, പൊസഷൻ ട്രാൻസ്ഫറിങ് ഉണ്ട്. എന്തിനാ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ടൈലറിന് കൊടുക്കും കോൺട്രാക്ട് എന്താ? ഞാൻ പറഞ്ഞ സാധനം തച്ചു തരാം, അത് ടൈലർ ചെയ്ത് തരാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ദാറ്റ് വിൽ ബി ബേസ്ഡ് അപ്പോൺ എ കോൺട്രാക്ട്. അതേപോലെ തന്നെ ആ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് എനിക്ക് ഡെലിവറി ചെയ്യണം എന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെയിൽമെന്റ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ബെയിൽമെന്റും ഒരു കോൺട്രാക്റ്റ് ആണ്. പക്ഷെ എന്താ വ്യത്യാസം? ഞാൻ ഒരു സ്പെസിഫിക് പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഒരു കോൺട്രാക്ടിന്റെ ബേസിസിൽ ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനം എന്താ? ഞാൻ ഒരു പർപ്പസിന് വേണ്ടി ചെയ്തിരിക്കുന്ന പർപ്പസ് തിരിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നതാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ബാങ്കിൽ കാശ് നമ്മൾ ലോക്കറിൽ ഇടുന്നതല്ല, നമ്മൾ സാധാരണ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബെയിൽമെന്റ് അല്ല എന്നാണ് പറയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ബെയിൽമെന്റിന്റെ ഒരു ബേസിക് സാധനം ഞാൻ എന്താണോ കൊടുത്തത് അതേ കൊടുത്ത ഒബ്ജക്റ്റ് ആണ് എനിക്ക് തിരിച്ചു തരേണ്ടത്. മേ ബി അതൊരു മോഡിഫൈഡ് ഫോമിലായിരിക്കും. കാരണം ടൈലറിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ കൊടുത്ത ക്ലോത്ത് വേറെ എന്തെങ്കിലും ഫോമിലായിട്ട് അടിച്ചു തരുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി അതല്ല നമ്മൾ ബേസിക് ഗോൾഡ് ഇട്ട ഗോൾഡ് ഒരു തട്ടാന്റെ അടുത്ത് കൊടുത്ത് തട്ടാൻ അത് മേ ബി ഹി ഡിസൈൻസ് ഇറ്റ്, ഒരു ഓർണമെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഗോൾഡ് വേറെ ഫോമിലേക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ബെയിൽമെന്റ് എന്ന് പറയും. പക്ഷേ നമ്മൾ ബാങ്കിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത അതേ ക്യാഷ് അല്ല, നമ്മൾ കൊടുത്ത അതേ കറൻസി അല്ല നമുക്ക് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് വിഡ്രോ ചെയ്യുന്ന കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടാത്ത സാഹചര്യങ്ങൾക്ക് നമുക്കതിനെ ബെയിൽമെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ബെയിൽമെന്റ് ആവണമെങ്കിൽ എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത സാധനം മേ ബി വേറൊരു ഫോമിൽ നമുക്ക് തിരിച്ചു തരണം. അത് എക്സാക്ട്ലി നമ്മൾ ഡെലിവറി ചെയ്യുന്ന സാധനം തന്നെ വേണം. അതല്ലാതെ അതിന് പകരം വേറെ ഒന്നും തരാൻ പറ്റില്ല. ഞാനൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നിനക്ക് കൊടുത്തിരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ എടുക്കുന്ന കോളേജിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വണ്ടി ഇടുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി ഉണ്ട്, നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങണം, നിങ്ങൾക്കൊന്ന് JDT വരെ പോയി പ്രിന്റ് എടുത്ത് തരണം. അപ്പം ആരെയും ഫ്രണ്ട്സിന്റെ അടുത്ത് ആരെയും വണ്ടി വാങ്ങുന്നു, വണ്ടി എടുത്ത് പോയി പ്രിന്റ് എടുത്ത് തിരിച്ചു വരുന്നു. അപ്പം ഈ സമയത്ത് നമ്മൾ എടുത്ത പ്രോസസ്സാണ് ബെയിൽമെന്റ്. കാരണം പറയുന്നത് എന്താ? വണ്ടി തന്നിട്ട് ഞാൻ അവിടെ പോയി വന്ന് തിരിച്ച് നിനക്ക് തരാം. അപ്പൊ നമ്മൾ പർപ്പസ് എന്താ? എനിക്ക് അവിടെ വരെ JDT വരെ പോയി പ്രിന്റ് എടുക്കാനാണ് എന്റെ പർപ്പസ്. ഞാൻ JDT വരെ പോയി പ്രിന്റ് എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് പൈസ എന്റെ വണ്ടി തിരിച്ചു കൊടുക്കുന്നു. പർപ്പസ് ഫുൾഫിൽ ആയില്ലേ? ഇപ്പം ഓൺ ഡെലിവറിയും ഉണ്ടായി. എന്റെ വണ്ടി ഞാൻ നിനക്ക് പൊസിഷൻ നിനക്ക് ഞാൻ ഡെലിവർ ചെയ്തു, അത് ഒരു കോൺട്രാക്ടിന്റെ ബേസിൽ ഡെലിവർ ചെയ്തു. എന്തിനാ പർപ്പസ്? അവിടെ പോയിട്ട് പ്രിന്റ് എടുത്ത് വരാൻ എന്ന് പറയുന്നത്. അപ്പം എക്സാക്ട്ലി ആ വണ്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ JDTയിൽ കൊണ്ടുപോയി അപ്പുറത്ത് JDTയിൽ കുറച്ചങ്ങ് പോയാൽ നമുക്ക് ഒരു കൊട്ടയില്ലേ, ആ കൊട്ടയെ കൊണ്ടുപോയിട്ട് വേറെ പുതിയ വണ്ടിയല്ലല്ലോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പാർട്സ് മാറ്റിയല്ലോ കൊടുക്കുന്നത്, എക്സാക്ട്ലി ആ വണ്ടിയല്ലോ കൊടുക്കുന്നത്. അതാണ് ബെയിൽമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അതായത് നമ്മൾ കൊടുത്ത സാധനം
നമ്മൾ കൊടുത്ത സാധനം അതിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്തിട്ട് നമ്മൾ റീഡെലിവറി ചെയ്യാം എന്നുള്ളതാണ് ബെയിൽമെന്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബെയിൽമെന്റിന്റെ ഫണ്ടമെന്റൽ എലമെന്റ് എന്ന് പറയുന്നത് ഡെലിവറിയാണ്. എന്തിന്റെ ഡെലിവറി? ആ ഗുഡ്സിന്റെ ഡെലിവറി നടക്കണം. ഈ ഡെലിവറി നമുക്ക് 3 രീതിയിലാവാം. അത് ആക്ച്വൽ ഡെലിവറി ആവും, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവും, സിംബോളിക് ഡെലിവറി ആവും. ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ബൈക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈലറിന്റെ അടുത്തേക്ക് നമ്മൾ ക്ലോത്ത് കൊടുക്കുന്ന ക്ലോത്ത് നമ്മൾ ഫിസിക്കലി പൊസിഷൻ ആ ടൈലറിന് കൊടുക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് ആക്ച്വൽ ഡെലിവറി എന്ന് വിളിക്കും. ചിലപ്പോൾ നമ്മൾ സിംബോളിക് ഡെലിവറി ആയിരിക്കും കൊടുക്കുക. സിംബോളിക് ഡെലിവറിയുടെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കാശ് ഇടുന്ന സമയത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ചില വാട്ട് വി ആർ ബേസിക്കലി ഗെറ്റിംഗ് ഇസ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ ഡിജിറ്റൽ റെക്കോർഡ് ഓഫ് ഇത്ര പൈസ കാശ് ഇത്ര സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെ ഇത്ര വാല്യൂ നമുക്കവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് സ്പെസിഫിക്കലി ഏത് സ്റ്റോക്കിന്റെ ഏത് ഭാഗം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊരു സിംബോളിക് ഡെലിവറിയാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ റെസീപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതൊരു സിംബോളിക് ഡെലിവറി. നമ്മൾ വണ്ടി എടുത്ത് നേരെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് നേരെ കൊടുക്കുന്നില്ല, പക്ഷെ ആ ഗുഡ്സ് കിട്ടാനുള്ളത് ചിലപ്പോൾ ഈ റെസിപ്റ്റ് ആയിട്ട് വന്നാൽ എനിക്ക് ഗുഡ്സ് കിട്ടും. നമ്മൾ റെയിൽവേ റെസിപ്റ്റ് എന്ന് പറയുന്നത് അതാ, നമ്മൾ വണ്ടി കയറ്റി അയക്കുന്ന സമയത്ത് നമുക്ക് റെയിൽവേ റെസിപ്റ്റ് കിട്ടും. ഈ മറ്റേ എൻഡിൽ ഇപ്പൊ എവിടേക്കാണോ നമ്മൾ കയറ്റി അയക്കുന്നത്, ഇപ്പൊ നമ്മൾ കോഴിക്കോട് നിന്നിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് നമ്മളിപ്പം കാശ്മീരിലേക്കാണ് അയക്കുന്നത്, കാശ്മീരിൽ പോയിട്ട് റെസിപ്റ്റ് കാണിച്ചാൽ നമുക്ക് അവിടുന്ന് അത് ഡെലിവറി എടുക്കാൻ പറ്റും. അപ്പൊ അതും സിംബോളിക് ഡെലിവറിയാണ്. ഇതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഉണ്ടാക്കാൻ പറ്റും. ഈ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത് സംഭവം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കൈകൊണ്ട് എടുത്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താക്കും, ഈ ഒബ്ജക്റ്റിന്റെ അതിന് മുകളിലുള്ള എല്ലാ കൺട്രോളും വേറൊരാൾക്ക് കൊടുക്കും. അത് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള അത് മാനേജ് ചെയ്യാനുള്ള എല്ലാതും കൊടുക്കും. ഇപ്പം നമ്മൾ പാസ്വേഡ് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ആവാം. ഇപ്പൊ നമ്മളൊരു കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഒരു എക്സാമ്പിള്, നമുക്ക് ഏതെങ്കിലും അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ വിൽക്കുകയോ വാങ്ങുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് വിൽ സ്റ്റേ വെറെവർ ഇറ്റ് ഇസ്. വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് ദ പാസ്വേഡ് ടു ആക്സസ് ഇറ്റ്. അതൊരു കൺസ്ട്രക്റ്റീവ് ഡെലിവറിയാണ്. സോ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയില്ല, ഈ വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നമുക്ക് സാധിക്കില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ടു സ്റ്റേ സ്റ്റേബിൾ. സോ വാട്ട് യു ഡു ബേസിക്കലി ഡു ഇസ് ദാറ്റ് യു ഡെലിവർ സംതിങ് വിച്ച് ഹാസ് പവർ ടു കൺട്രോൾ ഇറ്റ്. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പം ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് നടന്നാൽ മാത്രമേ അതൊരു ബെയിൽമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഡെലിവറി ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിൽ അത് ബെയിൽമെന്റ് അല്ല. സോ ബെയിൽമെന്റിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ് ഈ ഡെലിവറി. അത് ആക്ച്വൽ ഡെലിവറി ആവാം, സിംബോളിക് ഡെലിവറി ആവാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആവാം. അങ്ങനെ ഡെലിവറി നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ബെയിൽമെന്റ് എന്നല്ല വിളിക്കുക, അതിന് വേറെ വാക്കുണ്ട്. നമ്മൾ അടുത്ത പാർട്ട് ഓഫ് ഡിസ്കഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗുഡ്സ് ഒരാൾക്ക് ഡെലിവറി ചെയ്തുകൊണ്ട് തന്നെ ആ ഡെലിവറി ചെയ്ത പ്രോപ്പർട്ടിയുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തരണം. റിട്ടേൺ ഓഫ് ഗുഡ്സും വൺ ഓഫ് ദി ഫണ്ടമെന്റൽ എലമെന്റ് ഓഫ് ബെയിൽമെന്റ് ആണ്. അപ്പൊ ബെയിൽമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെയിൽമെന്റിനെ നമ്മൾ കാണുന്നത് ഡെലിവറി ഓഫ് ഗുഡ് ഉണ്ട്, ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് ആണ്. പർപ്പസ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് തിരിച്ചു തരണം. അപ്പം ഈ തിരിച്ചു തരാന്നുള്ളത് ഇസ് എ ഫണ്ടമെന്റൽ എലമെന്റ്. ഒന്നല്ലെങ്കിൽ ആർക്കാണോ കൊടുത്തത് അയാൾക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അയാൾ പറയുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ എയിം. ഈ റിട്ടേൺ ഓഫ് ഡെലിവറിയും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ബെയിൽമെന്റ് എന്ന് വിളിക്കില്ല. അപ്പം ഈ റിട്ടേൺ ഓഫ് ഡെലിവറിയും ഈ പറയുന്ന റിട്ടേൺ ഓഫ് ഗുഡ്സും ഡെലിവറിയും ഉണ്ടെങ്കിൽ അത് ബെയിൽമെന്റ് ആവത്തുള്ളൂ. ഇനി ഇത് കാശിന് വേണ്ടിയിട്ടാണ്, ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ മണി പർപ്പസസ്, നമ്മൾ അതിനെ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയും. അത് കാശിന് വേണ്ടി, ഇപ്പൊ നമ്മൾ ടൈലറിന്റെ അടുത്ത് കൊടുക്കുന്ന നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് ആണ്, ഒരു റിവാർഡിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ തയ്പ്പിച്ച് തന്നാൽ ഐ എം ഗോണ പേ യു സം എമൗണ്ട്. ഞാൻ കുറച്ച് കാശ്, നിങ്ങൾ പറയുന്ന എത്ര രൂപയാന്ന് വെച്ചാൽ ഞാൻ കാശ് തന്നിട്ടാണ് ഡെലിവറി എടുക്കാൻ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ബെയിൽമെന്റിനെയാണ് നമ്മൾ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയും. ചില ബെയിൽമെന്റ് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് ആണ്. നിങ്ങൾ ഫ്രണ്ട്സിന് ബൈക്ക് കൊടുക്കുന്നത്, എവിടെയെങ്കിലും പോയി വരാൻ വേണ്ടി ബൈക്ക് കൊടുക്കുന്നതൊക്കെ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് ആണ്. അപ്പം ബെയിൽമെന്റിൽ ഗ്രാറ്റ്യൂഷ്യസും ആവും, നോൺ ഗ്രാറ്റ്യൂഷ്യസും ആവാം ബെയിൽമെന്റിന്. പക്ഷെ എന്ത് തരത്തിലുള്ള ബെയിൽമെന്റ് ആണെങ്കിലും ഡെലിവറി ഉണ്ടാവണം. ഡെലിവറി എന്തിനാ? ഒരു പെർട്ടിക്കുലർ പർപ്പസ് നടത്താൻ വേണ്ടിയിട്ട് ബിക്ക് സാധനം കൊടുത്തു, കൊടുത്തതിന്റെ മുകളിൽ
കൊടുത്ത സാധനം പർപ്പസ് കഴിഞ്ഞാൽ തിരിച്ചും കൊടുക്കാൻ വേണം. ഇത് കാശ് ഇതിൽ എന്തെങ്കിലും റിവാർഡ് മെക്കാനിസം ഉണ്ടെങ്കിൽ അത് നോൺ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റും, റിവാർഡ് ഇല്ലെങ്കിൽ അതിനെ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റും എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയിൽമെന്റ്. ഇപ്പം ഈ ബെയിലറിന്റെയും ബെയിലിയുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ നോർമലി നമ്മൾ ഫ്രം ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ ഒറ്റ മിനിറ്റ്. സോറി. ഓക്കെ സോ നമ്മൾ ബെയിലറിന്റെ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, ഡ്യൂട്ടീസ് ഓഫ് ബെയിലി, റൈറ്റ്സ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ഓഫ് ബെയിലി ഒക്കെ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ചോദിച്ച് വരുന്ന സാധനങ്ങളാണ്. ഞാൻ ക്വിക്കായിട്ട് പോവാം. ഇപ്പം ബെയിലറിനെ സംബന്ധിച്ചിടത്തോളം, ബെയിലർ എന്ന് പറയുന്നത് ആരാ? ഞാനാണ് കൊടുക്കുന്നത്, ഞാൻ എന്റെ ബെയിലർ. ഞാൻ ടൈലറിന് കൊടുക്കുമ്പോൾ ഞാൻ ബെയിലറും ടൈലർ ബെയിലിയുമാണ്. അപ്പം ഒന്ന്, ഞാൻ കൊടുക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇതിന്റെ മുകളിൽ ഇന്ന കറയുണ്ട് അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും ഇതിന്റെ മുകളിൽ ഞാൻ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർഫോമൻസിന്റെ ബേസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ബെയർ ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും ലോസ്, ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടി കൊണ്ട് എന്തെങ്കിലും ലോസ് ബെയിലിക്ക് ഉണ്ടെങ്കിൽ ആ ലോസിനെ ഞാൻ ഇൻഡെംനിഫൈ ചെയ്യണം. ആസ് എ ബെയിലർ ഞാൻ ഇൻഡെംനിഫൈ ചെയ്യണം. പിന്നെ അതേപോലെ ഈ പെർട്ടിക്കുലർ ഇതിൽ എന്തെങ്കിലും റിസ്ക്, ഇൻഹറന്റ് റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് ഞാൻ ബെയർ ചെയ്യണം. അതേപോലെ തന്നെ ഈ പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ച് ഞാൻ പോയി വാങ്ങണം. ഞാൻ ടൈലറിന്റെ അടുത്ത് കൊടുത്ത് ടൈലറിന്റെ ഞാൻ തിരിച്ച് വാങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ വയലേഷൻ ഓഫ് വൺ ഓഫ് മൈ ഡ്യൂട്ടി. അപ്പം വേണമെങ്കിൽ ടൈലർ ക്യാൻ സ്യൂ മീ ഫോർ തിരിച്ച് വാങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സ്യൂ ചെയ്യാൻ പറ്റും. സോ ഡ്യൂട്ടി ടു റിസീവ് ഗുഡ്സ് ബാക്ക് ഇസ് ഓൾസോ ഡ്യൂട്ടി ഓഫ് ദി ബെയിലർ. അതേപോലെ തന്നെ ഇൻ കേസ് ഈ ബെയിൽമെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ബെയിൽമെന്റിന്റെ സമയത്ത് വന്ന് യൂസ് ചെയ്ത ഗുഡിന് എന്തെങ്കിലും ഡിഫക്റ്റ്, ടൈറ്റിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഡാമേജസ് പേ ചെയ്യാനുള്ള ഡ്യൂട്ടിയും ബെയിലറിന് ഉണ്ട്. ഇതേപോലെ തന്നെ ബെയിലിക്കും റിലേറ്റഡ് ഡ്യൂട്ടീസ് ഉണ്ട്. ഒന്ന്, ഞാൻ ട്രാൻസ്ഫർ, ഞാനാണല്ലോ ആസ് എ പേഴ്സൺ, ഞാൻ എൻ്റെ ഗുഡ്സ് നിനക്ക് ഡെലിവറി ചെയ്യുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ യു ഹാവ് എ ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഗുഡ്സ്. അതേപോലെ ഞാൻ ഓതറൈസ് ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഉപയോഗിക്കരുത്. നോട്ട് ടു യൂസ് ഇറ്റ് ഫോർ എനി അൺഓതറൈസ്ഡ് പർപ്പസസ്. എന്റെ ഗുഡ്സ് വേറെ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യരുത്. ഞാൻ എന്താണ് മെറ്റീരിയൽ തന്നത് അത് മാത്രം നീ എനിക്ക് യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് അത് അവിടെയും ഇവിടെയും വെച്ചിട്ട് അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും നീ അഡ്വേഴ്സ് ടൈറ്റിൽ ക്ലെയിം ചെയ്യരുത്. മീനിങ് ദാറ്റ് യു ഷുഡ് നോട്ട് ക്ലെയിം ടൈറ്റിൽ ഓവർ ഇറ്റ്. ഞാൻ നിനക്ക് തന്നു ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ്, പിന്നെ നീ അതിന് പോയിട്ട് ഇത് എന്റേതാണ്, ഒറിജിനലി എന്റെ സാധനമാണ് എന്ന് യു കനോട്ട് ക്ലെയിം എ ടൈറ്റിൽ ഓവർ ഇറ്റ്. അതേപോലെ തന്നെ ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. എന്തെങ്കിലും ഞാൻ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബെയിലറിന് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ വെച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ബെയിലി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെയിലിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് വന്ന് ആ പ്രോഫിറ്റ്സും റിട്ടേൺ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഒരു കോഴിനെയാണ് ബെയിൽമെന്റ് വെച്ചെന്ന് വിചാരിക്കുക. ഞാൻ വേറൊരാൾക്ക് കോഴിനെ വളർത്താൻ കൊടുത്തു. അപ്പൊ കോഴിയിട്ട മുട്ടയും കോഴിക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളും എല്ലാം തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് റിട്ടേൺ ചെയ്യണം. അതാണ് ഡ്യൂട്ടി ടു റിട്ടേൺ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും സാധനങ്ങൾ ബെയിലിയുടെ ഡ്യൂട്ടിയാണ്. ഇതേപോലെ തന്നെ ബെയിലറിന് റൈറ്റ്സും ഉണ്ട്. എന്തൊക്കെ റൈറ്റ്സാണ് ഉള്ളത്? ബെയിലിയുടെ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാൻ റൈറ്റ്സ് ഉണ്ട്. ബെയിലി എന്തെങ്കിലും ഡാമേജസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ കോൺട്രാക്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബെയിലിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഫോൾട്ട് വന്ന് എനിക്ക് ഇനി കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ട, ബെയിൽമെന്റ് ഏർപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം. പിന്നെ ഗുഡ്സ് റിട്ടേൺ ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ നമ്മള് റിട്ടേൺ ചെയ്യുന്ന സാധനങ്ങൾ ഡിനൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാൻ ഒക്കെ ബെയിലറിന്റെ റൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ബെയിലിക്കും
റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡാമേജസ്, റീഇംബേഴ്സ്മെന്റ്, റിക്കവറി ഓഫ് ലോസ്, ഇങ്ങനെ പല റെമ്യൂണറേഷൻ, കോമ്പൻസേഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് റൈറ്റ്സ് ബെയിലിക്ക് ഉണ്ട്. അതായത് ബെയിലി എന്ന് പറയുമ്പോൾ ടൈലർ എന്ന് ഉദ്ദേശം, അങ്ങനെ മേ ബി ഫോർ എക്സാമ്പിൾ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ആ ടൈലറിനുണ്ട്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആസ് വെൽ ആസ് ഇൻ ജനറൽ ജൂറിസ്പ്രുഡൻഷ്യൽ സെൻസ്, വൺ ഓഫ് ദി മേജർ റൈറ്റ് ഓഫ് ദി ബെയിലി ഈസ് എ റൈറ്റ് ടു ലീൻ എന്ന് പറയും. LIEN, റൈറ്റ് ടു ലീൻ. റൈറ്റ് ടു ലീൻ നമ്മൾ ഒന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ് ടു ലീൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡെലിവറി ഓഫ് പൊസഷൻ നടക്കുമ്പോഴാണ് പെയ്മെന്റ് ഉണ്ടാവുന്നത്. എന്നിട്ട് പൊസഷന് വേണ്ടി എന്തിനാണോ നമ്മൾ ഡെലിവറി എടുത്തത്, അതിന്റെ പർപ്പസ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ നമ്മൾ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ബെയിലർ ആണ്. ഓക്കെ, അതായത് കാശിന് വേണ്ടിയിട്ടാണ് നമ്മൾ തമ്മിൽ ബെയിൽമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കാശിന് വേണ്ടിയിട്ടാണ് നമ്മൾ തമ്മിൽ ബെയിൽമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ദിസ് ടൈലർ ബയ്യ. നമ്മൾ ക്ലോത്ത് എടുത്തു, ടൈലറിന് കൊടുത്തു. ടൈലർ എന്തിനാ നമുക്കൊരു തുണി തയ്ച്ച്, നമുക്കൊരു ഡ്രസ്സ് തയ്ച്ചു തരാൻ വേണ്ടിയായിരിക്കും കൊടുത്തിരിക്കുന്നുണ്ടാവുക. അപ്പം അതിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്ര ദിവസം കൊണ്ട് കാശ് തരാം, നീ എനിക്ക് തയ്ച്ചു തരണം. ഞാൻ വാങ്ങാൻ പോയി, ഡ്രസ്സ് വാങ്ങാൻ പോയി, റെഡിയാണ്. ഇയാൾ പറഞ്ഞു കാശിട്ട ഞാൻ ഡ്രസ്സ് തരാന്ന് പറഞ്ഞു. അപ്പൊ പറയാം ഞാൻ കാശ് പിന്നെ ഇടാം, നീ സാധനം താന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ടൈലർ പറയും പറ്റില്ല, നീ കാശ് തന്ന ഗുഡ്സ് തരാം. ആ ഒരു ടൈലറിന്റെ അല്ലെങ്കിൽ ആ ഒരു ബെയിലിയുടെ റൈറ്റിനെയാണ് നമ്മൾ റൈറ്റ് ടു ലീൻ എന്ന് പറയുന്നത്. ബെയിലി ഹാസ് ദ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ദ ഗുഡ്സ് അണ്ടിൽ ദ പേയ്മെന്റ് ഇസ് ഡ്യൂ. നമ്മൾ എത്രയാണോ ഡ്യൂ അമൗണ്ട് ഉള്ളത്, ആ ഡ്യൂ അമൗണ്ട് കൊടുക്കുന്നത് വരെ നമ്മൾ ഡെലിവറി എടുത്ത ഗുഡ്സ് ഉണ്ടല്ലോ, ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റൈറ്റിനെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മേ ബി സെക്യൂരിറ്റി പർപ്പസിനും എന്തിനാണെങ്കിലും ശരി, ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഡെലിവേർഡ് ഫ്രം A to B, അങ്ങനെ വരുന്ന സമയത്ത് നോർമലി A ഹാസ് ദ റൈറ്റ് ടു കീപ്പ് ഇറ്റ്. ഞാൻ പൈസ കൊടുത്താൽ മാത്രം എനിക്ക് തിരിച്ചു തന്നാൽ മതി. ആ റൈറ്റിനെയാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ ലീനാണ് നമ്മുടെ അടുത്തുള്ളത്, ജനറൽ ലീനും പെർട്ടിക്കുലർ ലീനും. നോർമലി എല്ലാവർക്കും പെർട്ടിക്കുലർ ലീനാണ് ഉണ്ടാവുന്നത്. ടൈലറിന്റെ അടുത്ത് എൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട്, ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങാൻ പോകുന്നു. ഞാൻ വാങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വേറെ ക്ലോത്തും കൂടെ കൊണ്ടു കൊടുത്തു. അതിന് വേറെ സ്പെസിഫിക് ആയിട്ട് വേറെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് നമ്മൾ വേറെ തന്നെ ബില്ലൊക്കെ ഉണ്ട് അതിന്. ഞാൻ വാങ്ങാൻ പോയപ്പം ഒന്ന് ഞാൻ പേയ്മെന്റ് കൊടുത്തു. ഒന്നിന്റെ പേയ്മെന്റ് ഞാൻ കൊടുത്തു. മറ്റേ ഞാൻ പറഞ്ഞു മറ്റത് ഞാൻ എൻ്റെ കയ്യിലിപ്പം കാശില്ല, അല്ലെങ്കിൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, ഞാനത് വീട്ടിലെത്തിയിട്ട് അയക്കാന്ന്. അപ്പം ടൈലർ എന്താക്കി, എൻ്റെ രണ്ട് ക്ലോത്തും കൂടെ പിടിച്ചു വെച്ചു. ഞാൻ പൈസ കൊടുത്തതും പൈസ കൊടുക്കാത്തതും രണ്ടും കൂടെ പിടിച്ചു വെച്ചു. അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ പെർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നത്. ഏത് ഗുഡ്സിന്റെ മുകളിലാണോ പെർഫോമൻസിന് റിവാർഡ് കിട്ടാത്തത്, കാശ് പേയ്മെന്റ് കിട്ടാത്തത്, ആ ഗുഡ് മാത്രമേ പിടിച്ചു വെക്കാൻ കഴിയത്തുള്ളൂ. അതിനെ നമ്മൾ പെർട്ടിക്കുലർ ലീൻ എന്ന് പറയും. അത് നോർമലി എല്ലാവർക്കും പെർട്ടിക്കുലർ ലീൻ ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ചില ആളുകൾക്ക് സെക്ഷൻ 171 പ്രകാരം ചില ആളുകൾക്ക് ലൈക്ക് ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാഫിംഗേഴ്സ്, അറ്റർണീസ് അറ്റ് ഹൈക്കോർട്ട്, പോളിസി ബ്രോക്കേഴ്സ് എക്സെട്ര, അവർക്ക് ജനറൽ ലീൻ ഉണ്ടാവും. കാരണം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വ്യക്തിയുടെ വേറെ പല പ്രോപ്പർട്ടീസും നമ്മൾ നോർമലി ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് മാത്രം സംഭവം ഡ്യൂ ആയിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഗുഡിന്റെ എമൗണ്ട് മാത്രമായിരിക്കും. പക്ഷെ ഞാൻ എന്താക്കും, ഇതിന്റെ ബാക്കിയുള്ളെല്ലാം പിടിച്ചു വെക്കും. അല്ലെങ്കിൽ ഞാൻ ഡ്യൂ ആയ സാധനം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇയാളുടെ അടുത്ത സെറ്റ് ഓഫ് ഗുഡ്സ് കൺസൈൻമെന്റ് വരുമ്പോൾ ഞാൻ അത് പിടിച്ചു വെക്കും. എന്നിട്ട് പറയും, നീ മറ്റതിന്റെ കാശ് തന്നിട്ടില്ല, അത് തന്നിട്ട് ഇതും കൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അതിനെയാണ് നമ്മൾ ജനറൽ ലീൻ എന്ന് പറയുന്നത്. ഈ ജനറൽ ലീന് എല്ലാവർക്കും കിട്ടില്ല. സെക്ഷൻ 171 കോൺട്രാക്ട് ആക്ട് പ്രകാരം സ്പെസിഫിക് ആയ ആളുകൾക്ക് മാത്രമേ ഈ ജനറൽ ലീന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നോർമലി പെർട്ടിക്കുലർ ലീനാണ്. എന്ത് ഗുഡാണോ ഡെലിവറി ചെയ്തിരിക്കുന്നത് ആ ഗുഡ് മാത്രം പിടിച്ചു വെക്കാൻ പറ്റും. നിന്റെ അടുത്ത് വേറെ എവിടെയെങ്കിലും സാഹചര്യം കൊണ്ട് എന്റെ വേറെ എന്തെങ്കിലും ഗുഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു വെക്കാനുള്ള അവകാശം ലീനിലില്ല എന്നാണ് പെർട്ടിക്കുലർ ലീനിൽ പറയുന്നത്. ജനറൽ ലീനിൽ ഈ അവകാശം കൂടെ കൊടുക്കും. പക്ഷെ എപ്പം നിങ്ങൾ ഈ പറഞ്ഞ ബാങ്കർ, ഫാക്ടേഴ്സ്, വാഫിംഗേഴ്സ് പോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ ആണെങ്കിൽ മാത്രം. ഇതേപോലെ തന്നെ ഈ പറയുന്ന ബെയിൽമെന്റ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ 6 മെത്തേഡ്സ് ആണ് സ്പെസിഫിക്കലി ഉള്ളത്. ഒന്ന്, ഏതെങ്കിലും ഫിക്സ് പീരീഡിനായിരിക്കും കൊടുത്തിരിക്കുക, പീരീഡ് കഴിഞ്ഞ ബെയിൽമെന്റ്
എക്സ്പയർ ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിന് ഇപ്പോൾ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തുവാണെങ്കിൽ ആ ക്ലീനിങ്ങിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബെയിൽമെന്റ് ടെർമിനേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ബെയിലി ഈ പറയുന്ന ഗുഡ്സ് ഇൻകൺസിസ്റ്റന്റ്, ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇൻകൺസിസ്റ്റന്റ് യൂസ് ചെയ്ത്, അതല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ ഡിസ്ട്രോയ് ചെയ്ത് പോയി, ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ടെർമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെത്ത് ഓഫ് പാർട്ടീസ് വന്നാൽ, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബെയിൽമെന്റ് ടെർമിനേറ്റ് ആകും. നമുക്ക് പർപ്പസ്ഫുള്ളി ഒബ്ജക്റ്റ് ഫുൾഫിൽ ചെയ്യുമ്പം ചെയ്യാം, ഇനി അതല്ല സബ്ജക്ട് മാറ്റർ ഇല്ലാണ്ടാകും ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ പർപ്പസ് ഇൻകൺസിസ്റ്റന്റ് ആകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ബെയിൽമെന്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ബെയിൽമെന്റിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ബെയിൽമെന്റിന് നമ്മൾ പ്ലെഡ്ജ് എന്ന് വിളിക്കും. സെക്ഷൻ 172 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ സെക്ഷൻ 172 പറയുന്ന പ്ലെഡ്ജ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബെയിൽമെന്റ്. ഇത് നമ്മൾ പോൺ എന്നും കൂടെ വിളിക്കും. അപ്പൊ ഇതിന്റെ ഐഡിയ ഇസ് ദാറ്റ് നമ്മൾ സാധാരണ ബെയിൽമെന്റ് പറഞ്ഞല്ലോ, ബെയിൽമെന്റ് ഇസ് എ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് upon a contract that once the contract is fulfilled the goods will be redelivered എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഡെലിവറി എടുക്കുന്നത് ഇപ്പം ഈ പർപ്പസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഡെലിവറി ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് എന്ന് പറയുന്നത്, ഈ പൊസഷൻ ഒരു ഡെപ്റ്റിന് സെക്യൂരിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്, ഒരു ലോൺ അഡ്വാൻസ് ചെയ്തതിന് സെക്യൂരിറ്റി ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മളൊരു ഗ്യാരണ്ടി പോലെ നേരത്തെ പറഞ്ഞ ഗ്യാരണ്ടി ഇല്ലേ, ഈ ഗ്യാരണ്ടിയിൽ സെക്യൂരിറ്റി ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ബെയിൽമെന്റിനെ നമ്മൾ പ്ലെഡ്ജ് എന്ന് വിളിക്കും. Pledge is a bailment where the purpose is to secure a repayment of a debt. നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്ന ഗുഡ്സ് ആണെങ്കിൽ അതിന്റെ പർപ്പസ്, ബെയിൽമെന്റ് പർപ്പസ് ടു സെർവ് സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്ലെഡ്ജ് ആയിട്ട് വിളിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ രണ്ട് പർപ്പസ്, ഈ ബെയിലർ എന്ന് പറഞ്ഞ ആള് പോണറും ബെയിലി എന്ന് പറഞ്ഞ ആളും പോണിയും ആകും. ഇത് സ്പെസിഫിക് കൈൻഡ് ഓഫ് നേരത്തെ പറഞ്ഞ പോലെ ബെയിൽമെന്റ് ആണ് ജനറൽ സർക്കിളും, അതിൽ സ്പെസിഫിക് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഈ പറയുന്ന പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഈ പ്ലെഡ്ജ് ഹൈപ്പോത്തിക്കേഷനുമായി ഡിഫറെന്റ് ആണ്. കാരണം പ്ലെഡ്ജിൽ നോർമലി നമ്മൾ ഡെലിവറി ഓഫ് പൊസഷൻ ഉണ്ട്, അതായത് ഞാൻ എൻ്റെ സ്വർണമോ മറ്റോ ബാങ്ക് കൊണ്ട് ലോൺ വെക്കുന്നതാണ് പ്ലെഡ്ജ്. ബാങ്ക് കൊണ്ട് ലോൺ വെച്ച് ഞാൻ കാശ് വാങ്ങുന്നു, അത് പ്ലെഡ്ജ്. അതല്ലാണ്ട് ഹൈപ്പോത്തിക്കേഷൻ നമ്മൾ സെക്യൂരിറ്റി ഉണ്ടാകും, നമ്മൾ അതിന്റെ മുകളിൽ ലോൺ എടുത്തിട്ടുണ്ടാകും, പക്ഷെ ഞാൻ അതാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓട്ടോയിലൊക്കെ CC കണ്ടിട്ടില്ലേ, നമ്മൾ ഇതിന്റെ ലോണിന്റെ മുകളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അതിനെ ഹൈപ്പോത്തിക്കേഷനിൽ വെച്ചിട്ടായിരിക്കും ഈ സാധനം എന്റെ ഡെലിവറിയിലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ കൺട്രോള് അത് ഹൈപ്പോത്തിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കൺട്രോൾ വരുന്നത് സ്പെസിഫിക്കലി ആർക്കാണോ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത് അയാൾക്കാർക്ക് അതിന്റെ മുകളിൽ കൺട്രോൾ ഉണ്ടാവുന്നത്. ഇതാണ് ഹൈപ്പോത്തിക്കേഷനും പ്ലെഡ്ജും തമ്മിലുള്ള വ്യത്യാസം. പ്ലെഡ്ജിൽ ഡെലിവറി ഓഫ് പൊസഷൻ ഉണ്ടാകും, പക്ഷെ അതിന്റെ പർപ്പസ് സെക്യൂരിറ്റി ആയിരിക്കും. ഹൈപ്പോത്തിക്കേഷനും പ്ലെഡ്ജ് ആണ്, പക്ഷെ ഡിഫറൻസസ് ഹൈപ്പോത്തിക്കേഷനിൽ ഡെലിവറി ഓഫ് പൊസഷൻ ഉണ്ടാവില്ല, ഡെലിവറി നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കും, പക്ഷെ ബാക്കി അതിന്റെ കൺട്രോളും മറ്റു കാര്യങ്ങളും ഈ പറയുന്ന ബെയിലിക്ക് കയ്യിലുണ്ടാകും. അതാണ് ഹൈപ്പോത്തിക്കേഷൻ പ്ലെഡ്ജും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഈ പറയുന്ന കാശ് റിഡീം ചെയ്യാന്നുള്ളത്, നമ്മൾ എന്താണോ സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത് അത് റിഡീം ചെയ്യാന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു റിഡംഷൻ ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ദ പ്ലെഡ്ജി എന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മൾ ലാസ്റ്റ് സെറ്റ് ഓഫ് ഡിസ്കഷൻസ് ഏജൻസിയാണ്. ഇതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാം. ഏജൻസി ഇസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഏജൻസി ഇസ് ദാറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ട് നമ്മൾ വേറെ ആളെ ഡെലിഗേറ്റ് ചെയ്ത് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. അപ്പം there are 3 parties in agency: പ്രിൻസിപ്പൽ, ഏജന്റ് ആൻഡ് എ തേർഡ് പാർട്ടി. ആരാണ് എനിക്ക് വേണ്ടി ഒരാൾ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രിൻസിപ്പളും, ആരാണോ എനിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നത് അയാൾ ഏജന്റും, ആർക്ക് മുന്നിലാണോ ആക്ട് ചെയ്യുന്നത് ടു ഹൂം ആർ യു റെപ്രസെന്റിങ് മീ ഇസ് എ തേർഡ് പാർട്ടി. അപ്പം എപ്പോഴും ഒരു ഏജന്റ് പ്രിൻസിപ്പളിന്റെ ബിഹാഫിലാണ് ആക്ട് ചെയ്യുക. നോർമലി ഏജൻസി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ആൻ ഇംപ്ലൈഡ് ഏജൻസി. ഈ കുറച്ചൊരു തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് എനി പേഴ്സൺ ഹു ഒരു പ്രിൻസിപ്പൾ ആവണമെങ്കിൽ അയാൾക്ക് മെജോറിറ്റി അറ്റൈൻ ചെയ്ത് അയാൾ സൗണ്ട് മൈൻഡിലായുള്ള ആളായിരിക്കണം, എങ്കിൽ മാത്രമേ അയാൾക്ക് ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അണ്ടർ ലോ there is no requirement saying that
ഈ ഏജന്റ് ലീഗലി മേജർ ആയിരിക്കണം എന്ന് എവിടെയും പറയുന്നില്ല. ഈ ഏജന്റിന് മെജോറിറ്റി ഉണ്ടെന്നോ സൗണ്ട് മൈൻഡ് ഉണ്ടാവണമെന്നോ എവിടെയും പറയുന്നില്ല. ദി ഓൺലി തിങ് ഇസ് ദാറ്റ് ദി 184 ഐ തിങ്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ് നിങ്ങൾക്ക് ഒരു മേജർ ആയിട്ടുള്ള സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ പ്രിൻസിപ്പളിന്റെ അടുത്ത് ലീഗലി റെസ്പോൺസിബിൾ ആവാൻ പറ്റുള്ളൂ ഫോർ ആൻ ആക്ട് ഡൺ ബൈ ദം ആസ് എൻ ഏജന്റ്. ഇത് സ്യൂ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പളിന് ഏജന്റിന് സ്യൂ ചെയ്യണമെങ്കിൽ ഏജന്റ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. പക്ഷെ ഈ ഏജന്റ് റെസ്പോൺസിബിൾ, ഏജന്റിന് വേറെ ആൾ റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് ഈ ഏജന്റ് സൗണ്ട് മൈൻഡ് ആവണമെന്നോ ഇയാള് ഈ മെജോറിറ്റി ആവണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതിന് കാര്യം എന്താന്ന് വെച്ചാൽ വെൻ യു അപ്പോയിന്റ് സംബഡി ടു ആക്ട് ഓൺ യുവർ ബിഹാഫ്, you presume that they are capable of doing it. The onus is on you to ensure that the person is capable of representing yourself, despite knowing that this is a minor or this is a person with maybe unsound mind or something. You still decide to go it is on you. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഏജന്റ് ചെയ്ത എല്ലാ ആക്ടിവിറ്റികൾക്കും പ്രിൻസിപ്പൽ ലയബിൾ ആണ്. കൺസിഡറേഷൻ നെസസറി അല്ല ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏജന്റിന് വേണമെങ്കിൽ പ്രിൻസിപ്പലിന്റെ അനുവാദം ഉണ്ടെങ്കിൽ സബ് ഏജൻസിനെയും അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഐഡിയ ഇസ് ദാറ്റ് ഒരു പ്രിൻസിപ്പൾ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് ആവണം. ദ ഏജന്റ് മേ ഓർ മെ നോട്ട് ബി കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. If he is competent to contract, then only the principal can sue the agent for an act that he has not authorized. Otherwise, principal does not have a liability on those. അതേപോലെ തന്നെ ഒരു കൺസിഡറേഷനും ആവശ്യമില്ല ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേരിയസ് മോഡ്സ് ഓഫ് ക്രിയേഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ വേണമെങ്കിൽ പ്രിൻസിപ്പളിന് ആക്ച്വലി വിത്ത് എൻ എക്സ്പ്രസ് അതോറിറ്റി, ഈതർ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് അതോറിറ്റി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആരുടെയും സമ്മതം ഇല്ലാണ്ട് ആക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കണ്ടക്ട് വഴി ക്രിയേറ്റ് ചെയ്യാം, റാറ്റിഫിക്കേഷൻ വഴി ക്രിയേറ്റ് ചെയ്യാം. പ്രിസംഷൻ ഓഫ് ഏജൻസീസും ജനറലി ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലുള്ള പ്രിസംഷൻ ചില സമയത്ത് വർക്ക് ചെയ്യും. ഐഡിയ ഇസ് ദാറ്റ് ഒന്ന് ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞ് ഇപ്പൊ നമ്മളൊരു പവർ ഓഫ് അറ്റോർണി വെച്ചിട്ട് ചെയ്യുന്നു, അതൊരു സ്പെസിഫിക് ഏജൻസി ക്രിയേഷൻ. എക്സ്പ്രസ് ആയിട്ട് ഞാൻ ഇന്ന ആളെ എനിക്ക് പകരം ആക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, അതൊരു മോഡ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസിയാണ്. ചിലപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിലായിരിക്കും, എനിക്ക് വണ്ടി ആക്സിഡന്റ് ആയി, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, വണ്ടി ആക്സിഡന്റ് ആയി, റോഡിൽ ആരോ എടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവർ പറയും എമർജൻസി ആയിട്ട് ഈ സർജറി ചെയ്യണം. അപ്പം എന്നെ കൊണ്ടുപോയ ആള് ബിക്കോസ് ദർ ഇസ് എൻ എമർജൻസി സിറ്റുവേഷൻ ഹി വിൽ ആക്ട് ഓൺ മൈ ബിഹാഫ്. സോ ഹി ഈസ് എൻ ഏജന്റ് ഓഫ് മൈൻ. സോ അങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ ഏജൻസി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അസ്യൂമായിട്ട് ഏജൻസി ക്രിയേറ്റ് ചെയ്യാം. ഇനി ചിലപ്പം പ്രിൻസിപ്പളിന്റെ കണ്ടക്ട് വഴി, അത് പ്രിൻസിപ്പൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇയാളെന്റെ ഏജന്റ് ആണെന്ന്, പക്ഷെ പ്രിൻസിപ്പളിന് ആ കാശൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് തരേണ്ട ഇയാളടുത്ത് കൊടുത്താൽ മതി, എനിക്ക് തരേണ്ട ഇയാളടുത്ത് കൊടുത്താൽ മതി. അയാളുടെ ഓരോ കോണ്ടാക്റ്റിൽ തന്നെ നമുക്ക് ഇയാളെ അസ്യൂം ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില സമയത്ത് ഈ പ്രിൻസിപ്പിൾ കാണുന്നുണ്ടാവും ഈ ഏജന്റ് എനിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നത്, ഞാൻ അതിനെ ഡിനൈ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോഴും ഏജൻസി വേണമെങ്കിൽ ബൈ എസ്റ്റോപ്പൽ വഴി ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എസ്റ്റോപ്പൽ എന്താണെന്ന് നിങ്ങൾ കോൺട്രാക്ട് 1 ടോർച്ചിലും പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഇതല്ലാണ്ട് നമ്മള് എന്ന് വെച്ചാൽ നമ്മള് വേണമെങ്കിൽ പണ്ട് എന്റെ സമ്മതം ഇല്ലാണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അത് റാറ്റിഫൈ ചെയ്യാം. അങ്ങനെ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എപ്പോൾ മുതലാണോ റാറ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് അയാൾ ചെയ്ത എല്ലാ ആക്ടിനും പ്രിൻസിപ്പൽ റെസ്പോൺസിബിൾ ആവുകയും പ്രിൻസിപ്പൽ ഇറ്റ് വിൽ ബി ഫൗണ്ട് ലൈക്ക് ദിസ് ഏജന്റ് ഹസ് ആക്ടഡ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ. ഇതല്ലാണ്ട് ഒരു പ്രിസംഷൻ ഓഫ് ഏജൻസി ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ട്. ജനറലി അങ്ങനത്തെ ഒരു പ്രിസംഷൻ ഇല്ല. പക്ഷെ ഒരു എക്സെപ്ഷൻ എന്താന്ന് വെച്ചാൽ ഇഫ് ഒരു മാരീഡ് വുമൻ ഹു ഇസ് കോഹാബിറ്റിംഗ് വിത്ത് ഹസ്ബൻഡ്, ഒരുമിച്ച് താമസിക്കുന്ന ഭാര്യ ഭർത്താക്കളും ഭാര്യ എന്തെങ്കിലും ഗുഡ്സ് എന്തെങ്കിലും എടുത്ത് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്രിസ്യൂംഡ് അവരുടെ ഹസ്ബൻഡിന്റെ പേരിലാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ പ്രിസംഷൻ ദാറ്റ് ദർ ഹാസ് ബീൻ ഡൺ ഓൺ നെസസിറ്റി എന്നൊരു ഐഡിയ മാത്രമുണ്ട്. നോർമലി husband or wife is not an agent of each other unless there is an agreement to the contrary. ഇതല്ലാണ്ട് ഏജൻസിയുടെ ടൈപ്സ് ഉണ്ട്. ഇതിൽ ഓർത്ത് വെക്കേണ്ട മെയിൻ 2 ടൈപ്പ് സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റും ആണ്. ഏജന്റ്
വേറൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ നമ്മൾ സബ് ഏജന്റ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് പവർ ഓഫ് പെട്ടോണി വെച്ചിട്ട് ഞാൻ സോളിസിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം എൻ്റെ വീടുകൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. അപ്പം അത് നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ സോളിസിറ്റർ വെച്ചു. സോളിസിറ്റർ അല്ലെങ്കിൽ ലോയർ